ഞാൻ പറഞ്ഞു വന്നത്, സുധീരനോട് പോയപ്പോൾ ഞാൻ പറഞ്ഞു അത് ഞാൻ ഏറ്റില്ല. ഞങ്ങൾ രണ്ടുപേരെ കൊണ്ടുപോകും, ഒരു മുസ്ലിം പണ്ഡിതൻ, ഒരു ക്രൈസ്തവ. ഞാൻ ചോദിച്ചത് ആരാണ്? ഞാനൊരു നവാസ് എന്ന് പറഞ്ഞൊരു മൗലവിയുണ്ട്. എവിടെയുള്ളതാണ്? അത് ഇരുപതുള്ളതാണ്. അതെ, നമ്മുടെ വേദിയിൽ സംസാരിക്കട്ടെ ഒരു 2-3 മണിക്കൂർ നല്ല ആളുള്ളപ്പോൾ. ഞാൻ പറയാം അതനുസരിച്ചുണ്ടെങ്കിൽ പൊളിക്കാം. അതെങ്ങനെയാണ് മതപരി? അദ്ദേഹം ഈ അറബിക് പണ്ഡിതനാണ്. അറബിക് പണ്ഡിതന് നമുക്ക് MSc എന്നൊക്കെ പറയുന്ന പോലെ ഹിക്കമി എന്ന ബിരുദം കൊടുത്തു. കർണാടക യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന് റഷ്യാദി എന്നൊരു ബിരുദം കൊടുത്തു. അതിലൊക്കെ ഒരു ഫിർദൗസ് അറബിക് കോളേജിന്റെ പ്രിൻസിപ്പലാണ്. പിന്നെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ജമാലിയ ഗ്രൂപ്പ് എന്ന് പറയുന്നതിന്റെ ചെയർമാൻ. പൊതുപ്രവർത്തനമാണ്. ഒരു ദിവസം വിളിക്കണം, നല്ല ആളുകൾ കോച്ച് ചെയ്യണം. ശരി, നോക്കാം. ഞാൻ ഇന്ന് രാജീവിനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം സ്ഥലത്തോട്ട് വരാൻ പറയാം. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടുകൂടി ഒരു കൈകടിയോടുകൂടി വേദിയിലേക്ക് ക്ഷണിച്ചു. പടിയാറുകളാണ് കൂടെ. അദ്ദേഹത്തിന്റെ അറബി കോളേജിൽ ഹിന്ദുക്കളും അറബി പഠിക്കുന്നു. അതിന് 2 കൈയടി കൊടുക്കും. നിങ്ങളുടെ ഉണക്ക കൈയടി ഏതാണ്ട് മഴ പെയ്ത പോലെ. അദ്ദേഹത്തിന്റെ അറബി അധ്യാപകരുടെ വേക്കൻസി എല്ലാം ഒഴിഞ്ഞിടല്ല. അതുകൊണ്ട് അദ്ദേഹം ഹിന്ദുക്കൾക്കും അവസരം നൽകിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതിനൊരു പ്രത്യേക അങ്ങനെയുള്ള ആളുകളാണ് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി. പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ, ഈ മമ്മൂട്ടിയെ പോലെ ഇരിക്കുന്ന ഈ പ്രായത്തിൽ, അത് സുന്ദരനായി, അല്ലാതെ 60 വയസ്സ് കഴിഞ്ഞാൽ സുമുഖനായി, അങ്ങനെയുള്ള ചെറുപ്പക്കാരാണ് മതപ്രവർത്തനങ്ങൾക്ക് അറിയുന്നത്. ഒത്തിരി നമുക്ക് സുഹൃത്തുക്കളാണ് ലോകം മുഴുവൻ. അങ്ങനെ ഉണ്ടാവും. അദ്ദേഹം സമയപരിധിയില്ലാതെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഉച്ചയ്ക്ക് ഇനി തിങ്കളാഴ്ച രാവിലെ 5 മണിക്ക് ഈ വേദിയിൽ എന്തെങ്കിലും ഒരു കാര്യം കേൾക്കാതെ അപ്പൊ അതുവരെ തോന്നുന്നത്. വളരെ സ്നേഹത്തോടുകൂടി ഈ വേദിയിലെ ഒരു ഡോക്ടർ APJ അബ്ദുൽ കലാമായി ഞാൻ കാണുന്നു. രാമേശ്വരത്ത് റെയിൽവേ സ്റ്റേഷനിൽ ബാല്യകാലത്ത് പത്രം വിറ്റുകൊണ്ട് നടന്ന ഒരാൾ. PSSCയുടെ ലോകം മുഴുവൻ എത്തിയ പ്രധാനമന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവായ രജനൻ ഈ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന് 1ാമത്തെ പൗരൻ, ഇന്ത്യൻ പ്രസിഡന്റായി വളരെ വിനയാന്വിതനായി മലയുദ്ധയുടെ കൈകൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഭാഗവതം എത്രയോ തവണ മറിച്ച ഭഗവത്ഗീതയാണ് എന്നെ എല്ലാമാക്കിയത്, എന്നെ ഒന്ന് അനുഗ്രഹിക്കുക എന്ന് പറയുന്ന ഒരു മുഹൂർത്തമൊക്കെ ഞങ്ങൾ കണ്ണുനീരോടെയാണ് കണ്ടുപോകുന്നത്. മനുഷ്യത്വത്തിന് മതമില്ല എന്ന് തെളിയിക്കുന്നതിന്റെ തലമാണ്. ഒരു രാഷ്ട്രീയ വിദ്വേഷമോ ജാതി വിദ്വേഷമോ മതവിദ്വേഷമോ ഉള്ളവന്റെ ഉള്ളിൽ ഈശ്വരനില്ല. എത്രയോ തവണ നമ്മൾ വായിച്ചു. അദ്ദേഹത്തിന്റെ 2 സുഹൃത്തുക്കളും അദ്ദേഹത്തോടൊപ്പം എത്തിയിട്ടുണ്ട്. ശ്രീ അഫ്സൽ ബാദുഷാ, അദ്ദേഹത്തിന് നമസ്കാരം. ബാദുഷാ KPCCയുടെ മൈനോറിറ്റി സെല്ലിന്റെ വൈസ് ചെയർമാനാണ്. അപ്പം ശ്രീ നാസിം KPCCയുടെ ഡിസ്ട്രിക്ട് വൈസ് ചെയർമാനാണ്. അതിലൊക്കെ കൗശികൻ നമസ്കാരം. കൗശികൻ എന്ന വാക്കിന്റെ അർത്ഥം വിശ്വാമിത്ര. നമ്മളിപ്പോ വായിച്ച അധ്യായത്തിലും കൗശികൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കേട്ടോ. അങ്ങനെ 3 ത്രിമൂർത്തിയോളം പാലത്തറ രാജാവിന്റെ ക്ഷണം സ്വീകരിച്ചിരിക്കുക പ്രിയപ്പെട്ട മൗലവി നവാസ് റഷാദി അങ്ങേക്ക് സമയപരിധിയില്ലാതെ ഇവിടെ അങ്ങേക്ക് സംസാരിക്കാം. തുടങ്ങാം. നമസ്കാരം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഈ വേദിയിലെ എല്ലാം കൊണ്ടും നിറകുടമായ ഈ വേദിയെയും ഈ സദസ്സിനെയും മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ വേദിയിൽ ദിവസങ്ങളായി വേദം ഉരുവിട്ട് എല്ലാവരെയും ഉത്ബുദ്ധരാക്കിക്കൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ ഗുരുവന്ദ്യൻ ഡോക്ടർ പള്ളിക്കൽ സുനിൽ സാർജി
അവർക്ക് ആദ്യമായി ഞാനൊരു നന്ദി രേഖപ്പെടുത്തി. അതോടൊപ്പം തന്നെ എന്നെ ഈ വേദിയിൽ ഈ ഇരവിപുരത്ത് താമസിക്കുന്ന എന്നെ ഈ ഒരു വേദിയിൽ ഇങ്ങനെ ഒരു സംഭവം വേദഗ്രന്ഥം ഉരുവിടുന്ന ഈ സദസ്സിലേക്ക് എന്നെ ക്ഷണിച്ച ബഹുമാന്യനായ ഈ അമ്പലം കമ്മിറ്റിയുടെയും അതുപോലെ അമ്പലം കമ്മിറ്റിയുടെ ട്രഷറർ അതുപോലെ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് അദ്ദേഹത്തിനും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ ഇവിടെ എത്തിയപ്പോൾ ഞാൻ കണ്ടെത്തി ഒരു വനിതയുണ്ട്, മറ്റാരുമല്ല പൊതുരംഗത്ത് ഈ മേഖലകളിലും ഈ കോർപ്പറേഷൻ ഏരിയയിലും ഒക്കെ നിറസാന്നിധ്യമായിരിക്കുന്ന RS ബിന്ദു ചേച്ചി അവരെ എനിക്ക് നല്ലോണം അറിയാം. അവരെയും ഈ സന്ദർഭത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഈ വേദിയിൽ ഈ പാരായണ ഈ സദസ്സിനെ എന്തുകൊണ്ടും അനുഗ്രഹീതമായി ഇവിടെ എത്തിച്ചേർന്ന് ഈ സദസ്സിൽ ഇരിക്കുന്ന സദസ്യരായ വിശ്വാസികൾ അവരവരുടെ സമയങ്ങൾ കണ്ടെത്തി വേദം പഠിക്കാൻ, വേദഗ്രന്ഥത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ, അവർ നിലകൊള്ളുന്ന മതത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ അവർ ഈ ഗുരുവിന്റെ മുന്നിൽ വളരെ ശിഷ്യരായി ഞാൻ മണിക്കൂറുകൾ കൊണ്ട് ഇവിടെ കാണുന്നു. എഴുന്നേൽക്കാൻ പറയുമ്പോൾ എഴുന്നേക്കും, പോകാൻ പറയുമ്പോൾ പോകുന്നു, വരാൻ പറയുമ്പോൾ വരുന്നു, തൊഴുവാൻ പറയുമ്പോൾ തൊഴുവുന്നു. ആ രീതിയിൽ ഒരു ഗുരുവിന്റെ മുമ്പിൽ ഇവിടെ വേദം പഠിക്കാൻ എത്തിയവരെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. ബഹുമാനികളെ, ഞാൻ ഈ ഒരു അവസ്ഥ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പൂർണ്ണമായി അക്ഷരാർത്ഥത്തിൽ അനുസരിച്ചതിന് 2 കാരണങ്ങളാണ്. അതിൽ ഒന്ന് എനിക്കറിയാൻ സാധിച്ചു, ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ള നമ്മുടെ സുനിൽ സാർ, ഡോക്ടർ സുനിൽ സാർ ജി, അദ്ദേഹത്തെ ഒന്ന് കാണുവാനും അദ്ദേഹത്തിന്റെ സദസ്സിൽ ഒന്ന് പങ്കെടുക്കുവാനും, അതാണ് ഒന്നാമത്തെ എന്റെ ആഗ്രഹം. 2, ഞാനൊരു മുസ്ലിമായി ജനിച്ചൊരു വ്യക്തിയാണ്. ഒരു മുസ്ലിമായി ജനിച്ച വ്യക്തി എന്ന നിലയ്ക്ക് അപ്പുറമായി ഞാൻ എന്റെ സ്കൂൾ പഠന സമയത്ത് 10 കൊല്ലക്കാലം മദ്രസയിൽ പഠിച്ചിട്ട് അറബിക് മേഖല തിരഞ്ഞെടുത്ത് അറബിക് കോളേജുകളിൽ കയറിയിറങ്ങി 2 ബിരുദം. ഞാൻ ഒരുപക്ഷെ ഒരുപാട് താടിയൊന്നും നീളത്തിൽ വളർത്തിയിട്ടില്ല, തൊപ്പിയൊന്നും വെച്ചിട്ടില്ല. പൊതുപ്രവർത്തന മേഖലയോട് താല്പര്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ തൽക്കാലം അത് വെച്ചിട്ടില്ല എന്നുള്ളത്. പക്ഷേ നമ്മുടെ ഗുരു സുനിൽജി എന്നോട് പറഞ്ഞു, APJ നമ്മുടെ മൗലാന അബുൽ കലാം ആസാദ് വെക്കുന്നത് പോലെ മറ്റു പലരും വെക്കുന്ന തൊപ്പി വെക്കണം എന്ന് പറഞ്ഞു. വല്ലപ്പോഴും ഒക്കെ ഞാൻ വെക്കാൻ സാർ. അപ്പോ ആ തൊപ്പി ഞാൻ സ്ഥിരമായി വെച്ചിട്ടില്ലെങ്കിൽ പോലും, പക്ഷേ മദ്രസകളില്, പള്ളികളില്, അതുപോലെ മുസ്ലിം സ്ഥാപനങ്ങളിലൊക്കെ ധാരാളമായി സേവനം ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് സർവ്വതും മതത്തിന്റെ പേരിലാണ്. അത് ബിസിനസ് ആകട്ടെ, അത് കലഹങ്ങളാകട്ടെ, അത് നന്മയാകട്ടെ, തിന്മയാകട്ടെ, മുഴുവൻ കാര്യങ്ങളും എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ മതത്തിന്റെ പേരിൽ ഉത്ഭവിക്കുന്നു. രാഷ്ട്രീയ വൽക്കരണം പോലും ഇന്ന് മതത്തിന്റെ പേരിൽ മാത്രമായി കൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ദൈവം ഒന്നേ ഉള്ളൂ. അത് മുസ്ലിം ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, ഹൈന്ദവനാകട്ടെ, അതല്ല മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ടവരാകട്ടെ, എല്ലാവരുടെയും ദൈവം ഒന്നാണ് എന്നത് സ്ഥാപിക്കുക എന്ന മാത്രം ലക്ഷ്യമാണ് എനിക്ക് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നത്. കാരണം ഞാൻ ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ, 10 കൊല്ലക്കാലം മദ്രസയിൽ പഠിച്ചു, 8 കൊല്ലക്കാലം അറബിക് കോളേജിൽ പഠിച്ചു, ഹിക്കമി ബിരുദം എടുത്തു, റഷാദി ബിരുദം എടുത്തു. ഇന്ന് ഈ പല ഭാഗങ്ങളിലും പോയി പ്രസംഗിക്കുന്ന നൗഷാദ് ബാക്കവിയെ പോലെ, കബീർ ബാക്കവിയെ പോലെ ധാരാളം പണ്ഡിതന്മാരെ പോലെ ആ ബിരുദം അവർ പഠിച്ച കിതാബുകൾ ഓതിയ ഒരു വ്യക്തിയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരൊറ്റ ഗ്രന്ഥത്തിലും, മുസ്ലിമിന്റെ ഒരൊറ്റ ഗ്രന്ഥത്തിലും
ഒരു ഹൈന്ദവനെ തള്ളിപ്പറയുന്ന ഭാഗമില്ല, ഒരു ക്രിസ്ത്യാനിയെ തള്ളിപ്പറയുന്ന ഭാഗമില്ല, ദളിതനെ തള്ളിപ്പറയുന്ന ഭാഗമില്ല, ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെയും തള്ളിപ്പറയുന്ന ഭാഗമില്ല. പരിശുദ്ധ ഖുർആനിൽ ഞാൻ വായിച്ച സ്ഥലത്തുള്ളത് ഏക ദൈവത്തിന് പുറമെ മറ്റ് ഏത് ദൈവങ്ങളെ വിശ്വസിച്ച് ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന ഒരാളെ പോലും നിങ്ങൾ ചീത്ത പറയരുത്, ഒരാളെ പോലും നിങ്ങൾ ആക്ഷേപിക്കരുത്. ഓരോരുത്തർക്കും അവനവന്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ, അവനവന്റെ പ്രവർത്തനങ്ങൾ തനതായ ശൈലിയിൽ കൊണ്ടുപോയി പരലോകത്ത് വിജയിക്കുന്ന ശൈലിയിലേക്ക് എത്താൻ അവനവന് അവസരമുണ്ട്, അവനവന് ചിന്താശക്തിയുണ്ട്, അവന് ബുദ്ധിയുണ്ട്. തിരഞ്ഞെടുക്കാനുള്ള സംവിധാനം കൊണ്ട് ദൈവം അത് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, മഴ പെയ്യുമ്പോ മുസ്ലിങ്ങൾ മാത്രമുള്ള സ്ഥലത്തല്ല മഴ പെയ്യിക്കുന്നത്, ക്രിസ്ത്യാനികൾ മാത്രമുള്ള സ്ഥലത്തല്ല മഴ പെയ്യിക്കുന്നത്, ഹൈന്ദവർ മാത്രമുള്ള സ്ഥലത്തല്ല മഴ പെയ്യിപ്പിക്കുന്നത്. ജലപ്രളയം ഉണ്ടായിരുന്നു, ബഹുമാന്യനായ സുനിൽജിക്ക് നല്ലതുപോലെ അറിയാമല്ലോ. ആ ഏരിയയില് അവിടെ മുങ്ങി മരിച്ചവര് മുസ്ലിമിന്റെ പേരിലോ മുസ്ലിമായതിന്റെ പേരിൽ ഇത്ര പേരെ മുക്കിക്കൊന്നു, ഹിന്ദുവായതിന്റെ പേരിൽ ഇത്ര പേര് മുക്കിക്കൊന്നു, ക്രിസ്ത്യാനി ആയതിന്റെ പേരിൽ ഇത്ര പേര് മുക്കിക്കൊന്നു എന്ന ഒരു ആശയം അവിടെ ഉണ്ടായില്ല. അവിടെ ഭരതയിട്ടവർ ചവിട്ടി കയറി വള്ളത്തിൽ കയറിയത് ഹൈന്ദവന്റെ മുതുകിൽ ചവിട്ടിയാണ് രക്ഷപ്പെട്ടത്. ക്രിസ്ത്യാനിയുടെ കൈകളിൽ പിടിച്ചാണ് അവർ രക്ഷപ്പെട്ടത്. അവിടെ മതമുണ്ടായില്ലല്ലോ, അവിടെ ജാതി ചിന്ത ഉണ്ടായില്ലല്ലോ. ഞാൻ ഒന്ന് രണ്ട് വേദവാക്യങ്ങൾ, എപ്പോഴും വേദവാക്യങ്ങൾ ഉരുവിടാത്തത് കൊണ്ട് തന്നെ ചില വാക്കുകൾ ഞാൻ എഴുതിക്കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഞാൻ എപ്പോഴും ഓർക്കുന്ന ചില വാചകങ്ങളുണ്ട്. ഖുർആനിലും ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിലും ഒരേപോലെയുള്ള ചില വാക്കുകൾ. അതിൽ ഒരു വാക്ക് ഞാൻ ഇവിടെ പറയുന്നു. ഓം ഓം അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതംഗമയ ഓം ശാന്തി ശാന്തി ശാന്തി. ഓം എന്ന് കേട്ടാൽ സാധാരണ മതം എന്താണെന്ന് പഠിക്കാത്ത, വേദഗ്രന്ഥങ്ങൾ എന്താണെന്ന് അറിയാത്ത ചില കക്ഷികൾ അതൊരു RSSകാരന്റെ ചിഹ്നമല്ലേ എന്ന് തോന്നും. ഒരുപക്ഷെ അത് ഒരു ഹിന്ദുവിന്റെ പൂജാ വാചകമല്ലേ എന്ന് തോന്നും. അല്ല, ഓം ഓം എന്ന് പറഞ്ഞാൽ ദൈവമേ എന്ന സ്ഥലം. ഓം എന്ന് പറഞ്ഞാൽ ദൈവമേ. എന്നിട്ട് ബാക്കി പറയുന്നെന്താ? അസതോമ സദ്ഗമയ. അസതോമ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്. തമസോമ ജ്യോതിർഗമയ. തമസ് എന്ന് പറഞ്ഞാൽ ഇരുട്ട്. തമസോമ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. മൃത്യോമ അമൃതംഗമയ, നശ്വരമായ ഈ ലോകത്ത് നിന്ന് ഈ സർവ്വതും നശിക്കുന്ന, ഇവ മുഴുവനും എല്ലാ സൃഷ്ടിജാലങ്ങളും നശിക്കുന്ന ഈ ലോകത്ത് നിന്ന് അനശ്വരമായ ഒരു ലോകത്തേക്ക് നമ്മെ നീ നയിക്കണമേ ദൈവമേ എന്ന് വേദഗ്രന്ഥത്തിൽ പറയുമ്പോ അതേ തുല്യമായി പരിശുദ്ധമായ ഖുർആന്റെ ഒരു വാക്യമുണ്ട്. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനദ്ദുലുമാതി ഇലന്നൂർ. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാ. ഇതൊരു വേദഗ്രന്ഥമാണ് നാം ഇറക്കിയിരിക്കുന്നത്. എന്തിനു വേണ്ടി? ലിതുഖ്രിജൻ നാസ മിനദ്ദുലുമാതി ഇലന്നൂർ. ജനങ്ങളെ, അന്നാസ് എന്ന അറബിയിൽ പറഞ്ഞാൽ ജനങ്ങൾ എന്നാണ്, മുസ്ലിങ്ങളെ എന്നല്ല. ആ വേദഗ്രന്ഥത്തിൽ പറഞ്ഞത് എന്താണ്? ജനങ്ങളെ എന്നാണ്. ഖുർആനിൽ പറഞ്ഞ വാക്കാണ് ഞാൻ പറയുന്നത്. ജനങ്ങളെ, ഈ വേദഗ്രന്ഥം നിങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇരുട്ട്, ഇരുട്ട് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ഇരുട്ടുകളാണുള്ളത് നമുക്കറിയാം. ധാരാളം ഇരുട്ടുകളുണ്ട്.
മനുഷ്യന്മാർ വഴിതെറ്റിപ്പോകുന്ന ഇരുട്ടുകളുണ്ട്. ഇവിടെ ഗുരുജി ഞാൻ വന്നപ്പോൾ തന്നെ ഇവിടെ കുടുംബ വിഷയത്തെ കുറിച്ച് ഇവിടെ പാരായണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ കുടുംബ വിഷയത്തിൽ തന്നെ ഇരുട്ടും വെളിച്ചവുമില്ലേ? ഇന്ന് ഇവിടെ തൊഴുത ഭർത്താവിന്റെ കാല് തൊട്ട് വന്നിച്ച അവരുടെ ഭാര്യമാരെ ഈ സന്ദർഭത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷേ അവിടെയും ഒരു നിഗൂഢതയുണ്ട്. വീട്ടിൽ നിന്ന് ഉടക്കുണ്ടാക്കി വന്ന് ഇവിടെ ഗുരുവിന്റെ മുമ്പിൽ വന്ന് ഗുരു പറഞ്ഞതിന്റെ പേരിൽ മാത്രം ഞാൻ നിന്നെ വന്ദിച്ചു, അല്ലെങ്കിൽ നിന്നെ ഞാൻ വന്ദിക്കത്തില്ലായിരുന്നു, നിന്റെ കാല് പിടിച്ച് വലിച്ചു തള്ളിയിടാനാണ് തോന്നിയതെന്ന് ചിന്തിക്കുന്നവർ പക്ഷേ ഉണ്ടായിരിക്കാം. പക്ഷേ ഗുരുവിനെ അനുസരിച്ചുകൊണ്ട് വേദഗ്രന്ഥം പഠിക്കാൻ വരുന്ന ഒരു സത്യവിശ്വാസിക്ക് ഒരിക്കലും ഭർത്താവിനെ പിടിച്ചു വലിച്ചു തള്ളി ഇടാൻ തോന്നത്തില്ല. കാരണം ഇസ്ലാമിൽ പോലും വേദഗ്രന്ഥങ്ങൾ പറയുന്നത് പോലെ തന്നെ ഇവിടെ സാർ വായിച്ച ആ പാരായണത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ് പറയുന്നത്. എന്താ പറഞ്ഞതെന്നറിയുമോ? പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ, ആ പ്രവാചക ആ ഗുരു പറഞ്ഞത്, ഈ ലോകത്ത് വെച്ച് ദൈവത്തിന് പുറമെ ആരെങ്കിലും അനുസരിക്കാൻ വേണ്ടി ഈ സമൂഹത്തിന്, ഈ ജനതയ്ക്ക്, ഈ ജനങ്ങൾക്ക് ഞാനൊരു അനുവാദം കൊടുക്കുന്നുവെങ്കിൽ അത് ഭർത്താവിന്റെ മുമ്പിൽ ഭാര്യ സുജൂദ് ചെയ്യണം, ഭാര്യ കുമ്പിടണം, ഭാര്യ വണങ്ങണം, ഭർത്താവിനെ വണങ്ങണം എന്നതായിരിക്കും. അതെ, അവർ സന്തോഷത്തോടെ കറങ്ങി ഗുരുജി പറഞ്ഞ അനുസരിച്ച് പോയി വന്നവരാണ്. അവരുടെ പിണക്കങ്ങളെല്ലാം മാറി ഇണക്കത്തോടുകൂടി ഇവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ അവർ എത്തിച്ചേർന്നിരിക്കുകയാണ്. അവർക്കൊരു പിണക്കമില്ല. ഇനി അവർ ചെറിയ ചെറിയ കുടുംബ ജീവിതമാകുമ്പോൾ ചെറിയ ചെറിയ സ്വാഭാവികമാണ്. അത് പ്രശ്നങ്ങൾ ഉണ്ടായാലേ പറ്റും. അതാണ് കുടുംബ ജീവിതം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പറ്റിപ്പാണ്, അതിനകത്ത് ഉടായ്പുണ്ട്, അതിന് തട്ടിക്കൊണ്ട്. കാരണം അതിന്റെ മറവിൽ വേറെ ചില പ്രശ്നങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പരിഹരിച്ചു പോകണം. അയൽവാസികളെ അറിയിക്കലല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്ന് പറയലല്ല, പരദൂഷണത്തിന്റെ ഗണത്തിൽപ്പെടുന്നത്. അത് പരലോകത്ത് നാളെ നമുക്ക് ദോഷം അനുഭവിക്കുന്ന ഒരു ശൈലിയിലേക്ക് വരും. അതുകൊണ്ട് കുടുംബ ജീവിതത്തിലെ രഹസ്യങ്ങൾ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പിണക്കങ്ങൾ അവരവർ മാത്രമായി നമ്മൾ അത് പരിഹരിക്കപ്പെടണം. റൂമിന് പുറത്തേക്ക് ഇറങ്ങിയാൽ അതൊരു വലിയ ലോകമാണ്. അതൊരു അമ്മായിയുടെ ലോകമാണ്, അത് മരുമകളുടെ ലോകമാണ്, അത് സഹോദരിമാരുടെ ലോകമാണ്, അത് അയൽവാസികളുടെ ലോകമാണ്. ലോകത്തിലേക്ക് നമ്മുടെ രഹസ്യങ്ങൾ നമ്മൾ കൈവിട്ട് കളഞ്ഞാൽ അത് നമ്മുടെ കുടുംബ ജീവിതം നഷ്ടപ്പെട്ടു പോകും. ബഹുമാനീയനായ ഗുരുജി ഇവിടെ വായിച്ചപ്പോൾ അതിൽ ഏതാനും ചില വാക്കുകൾ എനിക്ക് മനസ്സിലായതിൽ നിന്നാണ് ഞാൻ ഇത് പറഞ്ഞത്. അത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയങ്ങളിൽ ഹിന്ദുവിനൊരു കുടുംബജീവിത നയമില്ല, മുസൽമാന് ഒരു കുടുംബജീവിത നയമില്ല, ക്രിസ്ത്യാനിക്കും ഒരു കുടുംബജീവിത നയവുമില്ല. അവനവൻ നന്നായി അവനവൻ ദൈവത്തിന്റെ മുമ്പിൽ കുമ്പിട്ട് അനുസരണയോടുകൂടി നടന്നാൽ അവനവന് കൊള്ളാം. അല്ലെങ്കിൽ കുടുംബ കോടതി, അല്ലാത്ത കോടതി, സ്റ്റേഷൻ, മറ്റൊന്ന്. അങ്ങനെ പ്രത്യേകിച്ച് മുസ്ലിം ആയതുകൊണ്ട്, അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഹൈന്ദവനായതുകൊണ്ട് നമ്മുടെ ജഡ്ജി മുസ്ലിമാണ്, അല്ലെങ്കിൽ ജഡ്ജി ഹൈന്ദവനാണ്, അല്ലെങ്കിൽ ജഡ്ജി ക്രിസ്ത്യാനിയാണ്. രക്ഷയില്ല. രാജ്യത്തിന് ഒരേ ഒരു നിയമം, ലോകത്തൊരേ ഒരു നിയമം. ഒരു മുസ്ലിമിന്റെ ശരീരത്തിലൂടെയും ക്രിസ്ത്യാനിയുടെ ശരീരത്തിലൂടെയും ഹൈന്ദവന്റെ ശരീരത്തിലൂടെയും ഓടുന്ന രക്തം ഈ പറഞ്ഞ നെഗറ്റീവ് ബ്ലഡ് ഉണ്ടാവും, പോസിറ്റീവ് ബ്ലഡ് ഉണ്ടാവും. അതുപോലുള്ള മറ്റൊരുത്തരുടെ ശരീരത്ത്, ഒരു മുസ്ലിമിന്റെ ശരീരത്തിലൂടെ ഓടുന്ന ടാറല്ല, കീഴല്ല. ഒരു ക്രിസ്ത്യാനിയുടെ ശരീരത്തിൽ ഓടുന്ന വെള്ളം പച്ചവെള്ളമല്ല. എല്ലാവർക്കും രാജീവ് പാലത്രയ്ക്ക് ഞാൻ ബ്ലഡ് കൊടുത്താൽ അദ്ദേഹം ഓ പോസിറ്റീവ് ആണെങ്കിൽ എന്റെ ബ്ലഡ് അദ്ദേഹത്തിന് കൊടുക്കുന്നു. അതിൽ ജോയിന്റ് ആവും. കാര്യം എന്താ? ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ മക്കളാണ്. അവിടെ മാറ്റമില്ല. അവിടെ ഡോക്ടർ പറയത്തില്ല നിന്റെ ജാതി ഏത്, ആ ജാതിയിൽപ്പെട്ടവന്റെ രക്തം കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കത്തില്ല. മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ, അവൻ മരണപ്പെട്ടു പോകുന്നതിന് മുമ്പ് അവൻ ആവശ്യമായ അവയവങ്ങൾ മാറ്റിവെക്കുന്നത് ഉൾപ്പെടെ
അവന്റെ ബ്ലഡിനെ ആശ്രയിച്ചാണല്ലോ. അവിടെ ജാതീയമായ വർഗീയമായ വർഗത്തിന്റെ വിഷയങ്ങളില്ല. ഞാൻ വർഗീയം എന്ന് പറയുന്ന ഒരു വാക്ക് എനിക്ക് കയറി വന്നപ്പോൾ അതിനെക്കുറിച്ച് പറയാതെ ഇരിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഇവിടെ കൂടിയിരിക്കുന്നത് സാർ ഹിന്ദു സഹോദരങ്ങളാണ്. അവരോട് എനിക്ക് വർഗീയതയെ കുറിച്ച് പറയണം സാർ. ഇന്ന് വെള്ളം ഞാൻ സഹോദരങ്ങളെ, ഈ വർഗീയത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ന് പല സ്ഥലത്തും ബോംബുകളും പല സ്ഥലത്തും തോക്കുകളും കൊണ്ട് അതൊരു വർഗീയതയുടെ പേരിൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും തമ്മിലുള്ള അടിയല്ല. അത് മാനസികമായ നിലതെറ്റി എന്തിനോ വേണ്ടി ആരോ ഒരു ബിസിനസ് ലോകത്ത് അവരെ ഇറക്കിവിട്ട് നശിപ്പിക്കുന്ന ഒരു പറ്റം തീവ്രവാദി കൂട്ടങ്ങളാണ്. അവർക്ക് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധമില്ല. അവരും മുസ്ലിങ്ങളല്ല. നമ്മൾ തിരിച്ചറിയാം, അവരും രാജ്യത്ത് മുസ്ലിങ്ങളല്ല. ഒരു പക്ഷേ മുസ്ലിം നാമധാരിയായിരിക്കാം. ഞാൻ പറയട്ടെ, ഈ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ വർഗീയത എന്ന് പറയുന്നത് സിറിയയിലും ഇറാഖിലും തുർക്കിയിലും അതുപോലുള്ള സ്ഥലത്തല്ലേ നടന്നത്. ആ വർഗീയതയ്ക്ക് ചുക്കാൻ പിടിച്ചത് ISISI എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന സംഘടനയല്ലേ. അതിന്റെ രഹസ്യം പിന്നാമ്പുറം അറിയുമോ? അതിന്റെ തലവൻ അബൂബക്കർ ബഗ്ദാദി എന്നാണ് അയാളുടെ പേര്. അയാളുടെ പേര് അബൂബക്കർ ബഗ്ദാദി എന്നാണ്. അയാൾ എവിടെ നിന്ന് വന്നു? അയാളുടെ വാപ്പാടെ പേരെന്താ? അയാളുടെ ഉമ്മാന്റെ പേരെന്താ? അവരെല്ലാം യഹൂദികൾ. ഇയാളോ അബൂബക്കർ ബഗ്ദാദി യഹൂദി. ജോൺസൺ ഏലിയേറ്റ് എന്നാണ് അയാളുടെ പേര്. ജോൺസൺ ഏലിയേറ്റ് അയാൾ മുസ്ലിം അല്ല. മുസ്ലിം വേഷത്തിൽ അബൂബക്കർ അശ്ശേഖ് ബഗ്ദാദി അൽ ഹുയൂത്തി എന്നൊക്കെയുള്ള വലിയ നീളം പേര് ധരിച്ച് അയാൾ ഇറങ്ങി ചെന്നത് അവിടെയുള്ള ജനങ്ങളെ കൊന്നൊടുക്കി അവിടെയുള്ള സമ്പത്ത് കൊള്ളയടിച്ച് ഒരു ജൂതന്റെ സ്പോൺസർഷിപ്പിൽ ഇറങ്ങി തിരിച്ചവരാണ് അവർ. പെണ്ണുങ്ങളെല്ലാം കൂട്ടത്തോടെ മാനഭംഗപ്പെടുത്തി. ആലോചിച്ചു നോക്കണം. അവർക്ക് എന്ത് ഇസ്ലാമാണുള്ളത്? അവർക്ക് ഖുർആനുണ്ടോ? ഈ ലോകത്ത് പ്രവാചകൻ മുഹമ്മദ് നബി അനുദാനം ചെയ്യുന്ന ഇസ്ലാമിൽ അവർക്ക് സ്ഥാനമില്ല. കാരണം മുഹമ്മദ് നബി പറഞ്ഞു ലൈസ മിന്ന അസബിയ. അതായത് അസബിയ എന്ന് പറഞ്ഞാൽ വർഗീയതയുടെ മേൽ യുദ്ധം ചെയ്യുന്നവൻ, വർഗീയതയുടെ പേരിൽ ക്യാഷ് മുടക്കുന്നവൻ, വർഗീയതയ്ക്ക് വേണ്ടി യാത്ര തിരിക്കുന്നവൻ, വർഗീയതയുടെ പേരിൽ ആഭരണങ്ങൾ കൂട്ടുന്നവൻ, വർഗീയതയുടെ പേരിൽ ക്യാഷ് ഉണ്ടാക്കുന്നവൻ, വർഗീയതയുടെ പേരിൽ പടക്കോപ്പുകൾ ശേഖരിക്കുന്നവൻ, അവൻ എന്നിൽപ്പെട്ടവനല്ല. അവൻ ചാവുന്നത് ഇസ്ലാമായിട്ടല്ല എന്നാണ്. അതുകൊണ്ട് നമ്മൾ ഈ ജിഹാദുകളും മുജാഹിദ് എന്നൊക്കെ പേര് പറഞ്ഞുകൊണ്ട് പല ഭാഗത്തും ഇങ്ങനെ പൊട്ടി വരുന്നത് യഥാർത്ഥത്തിൽ ഇന്ന് കേരളക്കരയിൽ അല്ലെങ്കിൽ ഈ ഇരവിപുരത്തിന്റെ നാട്ടിൽ അങ്ങനെയുള്ളവർ വന്നാൽ മുമ്പിൽ നിന്ന് ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളോടൊപ്പം ക്രിസ്ത്യാനി സഹോദരങ്ങളോടൊപ്പം പട നയിക്കുന്നത് ഈ നവാസ് റഷാദിയെ പോലുള്ളവരായിരിക്കും. നമ്മളാണ് അവർക്കെതിരെ യുദ്ധം ചെയ്യേണ്ടത്. നമുക്കറിയുമോ, അവർക്ക് നേരെ ഹറമിന് നേരെ യുദ്ധം, ഹറമിന് നേരെ ബോംബേറ്, പ്രവാചകൻ ജനിച്ച സ്ഥലത്തിന് നേരെ ബോംബേറ്, ഈ കോടാനകോടി മുസ്ലിങ്ങൾ ഹജ്ജിന് പോകുന്ന സ്ഥലത്തിന് നേരെ ബോംബ് വയ്ക്കൽ. അപ്പൊ ആലോചിച്ച് നോക്കുക, അവരുടെ ഇസ്ലാം എന്താണ്? അവർ എവിടെ നിന്ന് വന്ന ഇസ്ലാമാണ് അവർക്കുള്ളത്? അതൊന്നും ഇസ്ലാമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും സർവ്വവിധ മതമുള്ളവന്റെയും അഥവാ മതം ഇല്ലാത്തവന്റെയും ദൈവം ഒന്നേ ഉള്ളു. ഈ പാലത്തറയിൽ മഴ പെയ്യിപ്പിക്കുമ്പോ മൈലാപ്പൂര് പെയ്യുന്ന മഴ, ആ മഴയും ഈ മഴയും പെയ്യിപ്പിക്കുന്ന ഒരു ദൈവം തന്നെയാണ്, രണ്ട് ദൈവങ്ങളല്ല. അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ ദൈവം പറയാണ് ഇന്ന് എന്റെ ക്രിസ്ത്യാനി ജനങ്ങൾ താമസിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് വെള്ളം, നാളെ മുസ്ലിം ദൈവത്തിന് വെള്ളം, മറ്റന്നാൾ ഹിന്ദു ദൈവത്തിന് വെള്ളം, അവരുടെ ആൾക്കാർക്ക് വെള്ളം കൊടുത്തോട്ടെ. അങ്ങനൊരു സംഭവം ഇല്ല. അങ്ങനൊരു സംഭവം നമ്മൾ കേൾക്കുന്നില്ല. നമുക്കറിയുമോ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയുന്നത്, അറബി പണ്ഡിതനായത് കൊണ്ട് തന്നെ, ആ പാണ്ഡിത്യത്തിന്റെ പേരിൽ ബിരുദങ്ങൾ എടുത്തത് കൊണ്ട് തന്നെ ഞാൻ അറബി വാക്ക്, ഒരു വാക്ക് ഏറ്റവും കൂടുതൽ ലോകത്ത്
ചിത്രീകരിക്കപ്പെടുന്ന ഒരു വാക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന അറബി വാക്കാണ് അള്ളാ എന്നുള്ളത്. ഈ അള്ളാ എന്ന വാക്ക് എവിടുന്ന് വന്നെന്നറിയുമോ? ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധ്യം. ഇലാഹ് സർ, ഇലാഹ് എന്ന് പറയുന്നത് ആരാധ്യം. ഈ ഇലാഹ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഗുരുസ്വാമിക്കും ഇലാഹ് എന്ന് പറയും. നമ്മൾ അതിനപ്പുറത്ത് വേറൊരു പിന്നെ ദൈവം ഉണ്ടെങ്കിൽ അതിനും ഇലാഹ് എന്ന് പറയും, ആരാധ്യം എന്ന് പറയും. അങ്ങനെ രാജ്യത്ത് 30 മുക്കോടി എന്ന് പറയുന്ന പോലെ ഒരുപാട് ഇലാഹുമാരുണ്ട്, ആരാധ്യരുണ്ട്. ഈ ഇലാഹ് എന്നതിനോടൊപ്പം അല്ല് ചേർക്കും. സാധാരണ അറബിയിലുള്ള ഒരു പദത്തില് കൂടുതൽ ചേർക്കുന്നത് അൽ. ഞാൻ 2 ദിവസത്തിന് മുമ്പേ പോയപ്പോ ഒരു ഹോസ്റ്റൽ കരിക്കോട് ഉണ്ട്. അത് അറബി വൽക്കരിക്കാൻ വേണ്ടി ഒരാള് ഒരു തന്ത്രപരമായിട്ട് എഴുതിയതാണ്. ഹോസ്റ്റലിന് അൽ ഹോസ്റ്റൽ. ആ കരിക്കോട് ടീക്കമിന്റെ ഹോസ്റ്റലാ അൽ ഹോസ്റ്റൽ എന്ന് പറഞ്ഞ പോലെ അൽ എന്ന് പറയുന്നത് അറബിയിൽ ധാരാളം പദങ്ങൾ കൂടെ ചേർന്ന് വരുന്നതാണ്. അതിനത് കുറച്ച് ഗ്രാമർ, മാരിബാനക്ര എന്നൊക്കെ പറയുന്ന ഗ്രാമർ ഉണ്ട്, അതും ഇവിടെ പറയുന്നില്ല. ആ ഇലാഹ് എന്നതിനോ അൽ വൽക്കരിച്ചു. അപ്പൊ അൽ ഇലാഹ് എന്നാണ്. എന്തായി? അൽ ഇലാഹ്. നമ്മൾ മനസ്സിലാക്കണം, അൽ ഇലാഹ്, ഇലാഹ് എന്ന ആരാധ്യൻ എന്ന അർത്ഥമുള്ള ഇലാഹ് എന്ന പദത്തില് അൽ ഇലാഹ് എന്ന് ചേർത്തപ്പോ അൽ ഇലാഹ് എന്ന് അൽ ചേർത്തപ്പോ അൽ ഇലാഹ് എന്നുണ്ട്. ഇതിനെ കൂട്ടി യോജിച്ചപ്പോ എന്തായി? അല്ലാഹ് എന്നാണ്. ഇത് ഒരു ആളിന്റെ പേരല്ല, ഇത് ഒരു മുസ്ലിമിന്റെ ദൈവത്തിന്റെ പേരൊന്നുമല്ല, തെറ്റിദ്ധരിക്കരുത്. ഇവിടെ സാധാരണ കാക്കമാര് അവർക്ക് പിന്നെ ഇങ്ങനെ അള്ളാഹ് ആണെങ്കിൽ എന്ത്, മുഹമ്മദ് നബി ആരായാലും നമ്മൾ നമ്മുടെ വഴി. ആ പദം ഇങ്ങനെ നമ്മൾ അറിയേണ്ട കാര്യമില്ല. അള്ളാഹ് അതേവൻ, അത് നമുക്ക് അവരുടെ ലോകത്താണ്. പക്ഷേ അവരുരുവിടുന്ന അള്ളയ്ക്കപ്പുറമായി ഒരു അള്ളാഹ് എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ഈ പറഞ്ഞ ഇലാഹ് എന്നത് അൽവൽക്കരിച്ച അള്ളാഹാണ്. അള്ളാഹ് എന്ന് പറയുന്നത് ദൈവം എന്ന് മാത്രമാണ് അതിന്റെ വാക്കർത്ഥം. ഡിക്ഷണറി നോക്കിയാൽ അറിയാം, ദൈവം എന്നാണ്. ദൈവം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ നമ്മൾ അറബിയിൽ ഇവിടുന്ന് ഒരു ആള്, ഒരു ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ഒരാള് അറബ് നാട്ടിൽ പോയി അദ്ദേഹത്തിന് ദൈവമേ എന്ന് വിളിക്കണമെങ്കിൽ അവിടെ എഴുതി തരുന്നതാണ് അല്ലാഹുമ്മ, ദൈവമേ എന്നാണ്. അതിന്റെ അർത്ഥം ദൈവമേ എന്നാണ്. അല്ലാഹുമ്മ, ദൈവമേ. അപ്പോ ഇലാഹി എന്ന പദത്തിൽ എന്ത് വന്നു? അൽ വൽക്കരിച്ചു. അൽ ഇലാഹി എന്നായി, അത് അള്ളയായി. അത് മുസ്ലിമിന്റെയും ദൈവമാണ്, ഹിന്ദുവിന്റെയും ദൈവമാണ്, ക്രിസ്ത്യാനിയുടെയും ദൈവമാണ്. സർവമതമുള്ളവന്റെയും ദൈവം അള്ളാഹ് എന്ന് പറയുന്ന ആ ഒരു വാക്കിന്റെ അർത്ഥം കൊണ്ടുവരുന്നതാണ് നമ്മൾ ദൈവമേ എന്ന് വിളിക്കുന്നു. ആ ദൈവം എന്ന് വിളിക്കുന്നതിൽ നമുക്ക് ദൈവം പ്രതിഫലം തരുന്നു. പക്ഷേ മനുഷ്യനായിട്ട് ജീവിക്കുക. എല്ലാ മതത്തിലും ഒരേ നിയമമുള്ളൂ. ഏതെങ്കിലും മതം പറയുന്നുണ്ടോ വ്യഭിചരിക്കാം എന്ന് അനുവാദം തന്നിട്ടുള്ള ഏതെങ്കിലും മതം ഉണ്ടോ? അന്നെങ്കിൽ ഒരുപാട് പേര് അങ്ങോട്ട് പോകും. അങ്ങനെയാണെങ്കിൽ ചില തെരുവുകളിൽ ആ മതം സ്വീകരിക്കും ജനങ്ങൾ. വ്യഭിചരിക്കാൻ ഒരു മതവും അനുവാദം തന്നിട്ടില്ല. കള്ളു കുടിച്ച് കൂത്താടി നടക്കാൻ ഏതെങ്കിലും മതം അനുവാദം തന്നിട്ടുണ്ടോ? ഏതെങ്കിലും മതം പറയുന്നുണ്ടോ നിങ്ങൾ ബിവറേജുകൾ ഉണ്ടാക്കി അവിടെ മദ്യം നിങ്ങൾ വാങ്ങി കഴിക്കണം എന്ന് ഏതെങ്കിലും ഒരു വേദഗ്രന്ഥത്തിൽ പറയുന്നുണ്ടോ? ഇല്ല. ഞാൻ ചില വേദഗ്രന്ഥങ്ങൾ വായിക്കുന്ന പ്രസംഗങ്ങൾ കേൾക്കുന്ന സുനിൽ സ്വാമിയുടെ യൂട്യൂബിൽ ഉൾപ്പെടെയുള്ള പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള ആളാണ്. സുനിൽ സ്വാമിയുടെ രാമായണ പുരാണങ്ങൾ അദ്ദേഹത്തിന്റെ വായനയിൽ പോലും അദ്ദേഹത്തിന്റെ വിശദീകരണം അത്ഭുതകരമായ വിശദീകരണങ്ങളാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കാരണം വേറൊന്നുമല്ല, അദ്ദേഹം ഒരു വാക്ക് വേദഗ്രന്ഥത്തിൽ പറഞ്ഞാൽ ആ വേദഗ്രന്ഥം നമ്മുടെ ജീവിത സാഹചര്യമായി യോജിപ്പിച്ചുകൊണ്ട് ആ പച്ചയായ മനുഷ്യനെ ദൈവത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി കെട്ടുന്ന ഒരു പുരാണമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കയ്യടി കൊടുക്കണം. അദ്ദേഹത്തിന് കൈയടിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെ ഗുരുസ്വാമി എങ്ങനെ സുനിൽ സ്വാമി നമ്മുടെ മുമ്പിൽ കൈയടിക്കും? ഞാൻ പറയുമ്പോൾ നിങ്ങളല്ലേ കൈയടിക്കണ്ടേ? സന്തോഷത്തോടെ അടിക്കണം. കാരണം വേറൊന്നുമില്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയട്ടെ. ഞാൻ വരുമ്പോൾ വാഹനം ഓടിച്ച് വരുമ്പോൾ എനിക്ക് പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ക്രിസ്ത്യാനികൾക്ക് അവർക്ക് സൺഡേ ക്ലാസ്സുകളുണ്ട്. മുസ്ലിങ്ങൾക്ക് അവർക്ക് 1 മുതൽ 10 വരെ തന്നെ മദ്രസയുണ്ട്. അവരുടെ മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും മദ്രസകള്, അവരുടെ സൺഡേ ക്ലാസ്സുകള്, അവിടെ അവർക്ക് മതം പഠിപ്പിക്കും. അല്ലേ സാർ? അവർക്ക് മതം പഠിപ്പിക്കും. പക്ഷേ സത്യത്തിൽ
ഖേദം തോന്നിയിട്ടുള്ള ഈ കൗശികൻ ദാസ് നമ്മുടെ കൂടെ എപ്പോഴും സഹകരിക്കുന്ന ആളാണ്. ഞാൻ പല വേദഗ്രന്ഥങ്ങളും ഉരുവിടുമ്പോ അദ്ദേഹത്തിന്റെ വേദഗ്രന്ഥത്തെ കുറിച്ച് അറിയില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് പൊതുവായി രാഷ്ട്രീയമായി നല്ല കാഴ്ചപ്പാടുണ്ട്, പക്ഷെ അദ്ദേഹത്തിന്റെ വേദഗ്രന്ഥം അദ്ദേഹത്തിന് അറിയില്ല. അപ്പൊ ഞാൻ ഞെട്ടുകയാണ്. വേറൊന്നുമല്ല, മുസ്ലിം ആ കുട്ടിക്കാലം മുതൽ അവരുടെ വേദഗ്രന്ഥത്തിൽ പറയുന്നത് എന്തെന്ന് അവർ മനസ്സിലാക്കുന്നു. ക്രിസ്ത്യാനി സൺഡേ ക്ലാസ്സിലൂടെ അവരുടെ വേദഗ്രന്ഥം മനസ്സിലാക്കുന്നു. പക്ഷേ ഒരു ഹൈന്ദവന്, ഒരു ഹിന്ദുവിന് അവൻ വേദഗ്രന്ഥം കൂടുതൽ മനസ്സിലാക്കുന്നത് മാത്രമല്ല, രക്ഷകർത്താക്കൾ ആ കുട്ടിയെ വേദം പഠിപ്പിക്കുന്നതിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. 2.5 വയസ്സ് ആകുന്നതിന് മുമ്പ്, മുല കൂടി മാറുന്നതിന് മുമ്പ് ആ കുട്ടിക്ക് മുലപ്പാലിൽ നിന്ന് ആ കുട്ടിയെ പിന്തിരിപ്പിക്കുന്ന ഉടനെ ആ കുട്ടിയുടെ ശല്യം എന്ന നിലയിൽ കൊണ്ടുപോയി ഇടുന്നത് പ്ലേ ക്ലാസ്സുകളിലും അതുപോലെ ഉള്ള കുറെ സംവിധാനങ്ങളുണ്ടെന്ന് രാജ്യത്ത്. അവിടെ കൊണ്ടിട്ട് അവിടെ പൈസ കൊടുക്കുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ദൈവീക ഈശ്വര വിശ്വാസമുള്ള ഒരു സ്ത്രീയുടെ കുഞ്ഞ്, ആ തള്ളയുടെ, ആ മാതാവിന്റെ, അമ്മയുടെ മടിത്തട്ടിലൂടെ വളർന്ന് അമ്മയുടെ ചൂടേറ്റ് ആ കുട്ടിക്ക് അമ്മയിൽ നിന്ന് ദൈവികമായ വിജ്ഞാനങ്ങൾ നുകർന്നു കൊടുത്തുകൊണ്ട് ആ കുട്ടിയെ വേദഗ്രന്ഥം പഠിപ്പിച്ചുകൊണ്ട് സ്കൂളിലേക്ക് വിടലാണ് ഏറ്റവും അധികം. അല്ലാതെ ഞാൻ പറഞ്ഞതുപോലെ ആ കുട്ടിയെ 2.5 വയസ്സായാൽ ആ കുട്ടിയെ നേരെ കൊണ്ടുപോയി ഡേ കെയറിലും അതുപോലെ തന്നെ പ്ലേ ക്ലാസ്സുകളിലും ശല്യം എന്ന് പറഞ്ഞു കൊണ്ടുവരുന്ന കുഞ്ഞ് നമ്മുടെ മടിത്തട്ടിലല്ലേ വളരേണ്ടത്? അമ്മയുടെ സന്തോഷം വേണ്ടേ? മിനിറ്റുകൾക്ക് മിനിറ്റ് വെച്ച് ആ കുഞ്ഞിനെ മുത്തണ്ടേ? ഇപ്പൊ എന്താ ചെയ്യുന്നത്? വള്ളി ചൂരൽ വെച്ചിരിക്കും 2 അടി, അല്ലെങ്കിൽ ഇവിടെ ടാബ് മേടിച്ചോണ്ട് ശല്യം കുറയാൻ വേണ്ടിയാ ടാബ് കൊടുക്കുന്ന. കുഞ്ഞിന്റെ കണ്ണടിച്ചു പോകത്തില്ല. ഈ പൊടി കുഞ്ഞാ, വലിയ LED ബൾബ് പോലുള്ള സാധനം ഈ കുഞ്ഞിങ്ങനെ വെക്കുകയാണ്. 5 വയസ്സാകുമ്പോഴത്തേക്ക് സോഡാ കുപ്പിയുടെ ക്ലാസ്സാ കുഞ്ഞിടുന്നത്. കാര്യം എന്താ? തള്ളക്ക് കുഞ്ഞിന്റെ ശല്യം ഉണ്ടായിരിക്കാൻ വേണ്ടി ടാബ് കൊടുത്ത്, മൊബൈല് കൊടുത്ത്, ടിവിയില് എന്താ പറയുന്ന ഒരു കളി കൊടുക്കണ്ടല്ലോ ടിവിയില്, എന്താ പറയുന്നത്, കൊച്ചി ടിവി ഇല്ലെങ്കിൽ അത് എവിടെ നിന്നെങ്കിലും വരുത്തിച്ച് ആ കുട്ടിയെ അതിൽ ലയിപ്പിച്ചുകൊണ്ട് ആ കുട്ടിയെ ഒരു പാശ്ചാത്യ ശൈലിയിലേക്ക് കൊണ്ടുപോകുന്നു. ആ സന്ദർഭത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ബഹുമാന്യനായ ഗുരു ഇവിടെ സുനിൽ സ്വാമിയെ പോലെ, ഡോക്ടർ സുനിൽ ജിയെ പോലെ ഉള്ള ആത്മീയ ഗുരുക്കന്മാരുടെ മുമ്പിൽ വന്ന് മതപരമായ അറിവ് കരസ്ഥമാക്കി ആ കുട്ടികൾക്ക് കൂടി പഠിപ്പിച്ചു കൊടുത്ത് ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ, മതപരമായ ബോധം കൊടുത്തില്ലെങ്കിൽ, ദൈവമുണ്ട് എന്ന് പഠിപ്പിച്ചില്ലെങ്കിൽ, രക്ഷകർത്താവേ എന്റെയൊക്കെ കഴുത്തിൽ കത്തിവെക്കുന്നത് ഈ കുഞ്ഞുങ്ങളായി. എന്റെ മകൻ, എന്റെ മകള് എന്നെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കി എന്ന് പറഞ്ഞ് അവിടെ കയ്യും കാലും അടിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്കറിയുമോ, ഞാൻ അതിന്റെ കൂടെ ചേർന്ന് പറയുകയാണ്, ഏറ്റവും കൂടുതൽ വൃദ്ധസദനമുള്ളത് തിരുവനന്തപുരം, ഏറ്റവും കുറവ് വൃദ്ധസദനമുള്ളത് മലപ്പുറം. മനസ്സിലാക്കി, രണ്ടും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം ഞാൻ പറയുകയാണ്. ഏറ്റവും കൂടുതൽ ഹൈന്ദവരുള്ള സ്ഥലമാണ് തിരുവനന്തപുരം. ഞാൻ അവരോട് സാർ പറയുന്നത് കുഴപ്പമില്ലല്ലോ, തുറന്നു പറയണമല്ലോ. ടിവിയിൽ ചാനലിലൊന്നും പോകുന്നില്ലല്ലോ, പറയണം, നിങ്ങളോട് എനിക്ക് പറയണം, വേറെ വേദിയില്ല. അതുകൊണ്ടാണ് സാർ 3 മണിക്കൂർ വന്നെങ്കിലും അത്രയൊന്നും എടുക്കത്തില്ല കേട്ടോ. നിങ്ങൾക്ക് വിശക്കുമ്പം ഞാൻ പെട്ടെന്ന് നോക്കും. തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങൾ, മലപ്പുറത്ത് കുറവ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങളുമായി ഇതിന് ബന്ധമുണ്ട്. മലപ്പുറത്തുകാര് ജനിച്ച ഉടൻ അവരെ മദ്രസയിലേക്ക് വിടുന്നു. ആ മദ്രസ പാഠത്തിൽ പറയുന്നുണ്ട്, വാബുദുള്ള, നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നതോടൊപ്പം വബിൽ വാലിദൈനി ഇഹ്സാന. ഖുർആനിൽ പറയും വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നിങ്ങൾ നന്മ ചെയ്യുകയും ചെയ്യണം. മാതാപിതാക്കൾ നിങ്ങളുടെ ഗുരുക്കന്മാരെ പോലെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാതാപിതാക്കൾ. നിങ്ങൾ ദൈവത്തെ ഒരു വിളിച്ചാൽ അതോടൊപ്പം മാതാപിതാക്കളെ നിങ്ങൾ ദ്രോഹിച്ചോ എന്ന് നിങ്ങൾ ഓർക്കണം. മാതാപിതാക്കളെ
നിങ്ങൾ ദുഃഖിപ്പിക്കരുത്. എന്നിട്ട് ഖുർആനിൽ പറയുന്നുണ്ട്, വലാ തഖുൽ ലഹുമാ ബിഉഫിൻ, ഛേ എന്ന് ഒരു വാക്ക് പോലും പറയരുത് എന്നാണ് ഖുർആനിൽ പറയുന്നത്. ഇന്നത്തെ കുട്ടികൾ അങ്ങനെയാണ്, ഓടാന്ന് പറയും, മനസ്സിലായി? ഛേ എന്ന് പറയുന്ന ഒരു വാക്ക് പോലും പറയരുത് എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. അങ്ങനെ വളർന്ന മക്കൾ ധാരാളം മലപ്പുറത്തുണ്ട്. മുസ്ലിം കൂടുതലുള്ള ഭൂരിപക്ഷമുള്ള ഏരിയയാണ്. അവർക്കറിയാം മാതാപിതാക്കളെ വൃദ്ധസദനത്തിലാക്കിയാൽ മാതാപിതാക്കളുടെ കാൽപാദത്തിനടിയിലാണ് സ്വർഗമെന്ന് അവിടെ പഠിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ഇതില്ലാതെ പോയി, തിരുവനന്തപുരത്ത് അതില്ലാതെ പോയി. അവര് വേദം പഠിപ്പിച്ചില്ല. അവര് 2.5 വയസ്സായപ്പോ വിട്ടത് പ്ലേ സ്കൂളിലാണ്, പിന്നെ LKG UKG, പിന്നെ അവർക്ക് സമയമില്ല. എന്റെ കുട്ടി ഹൈസ്കൂളിലായി, എന്റെ കുട്ടി 10ാം ക്ലാസ് ആയി, +1 ആണ്, +2 ആണ്, പിന്നെ ഡിഗ്രി ആണ്, പിന്നെ MBBS ആണ്, പിന്നെ PG ആണ്. എന്റെ കുഞ്ഞിന് സമയമില്ല. നമ്മൾ ഇതെല്ലാം തിരക്കും മാറട്ടെ. അപ്പോഴത്തേക്കും മാതാപിതാക്കൾ പ്രായം ചെന്ന് ആ PG ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത മകൻ വന്നിട്ട് ചവിട്ടി അങ്ങ് കളയും. ഈ കട്ടില് ഒഴിയുമില്ല, ഇതിനകത്ത് കിടക്കുന്നതാണ്, ചാവത്തുമില്ല എന്ന് പറഞ്ഞ ശൈലി മക്കൾക്ക് വരും. അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ, വേദഗ്രന്ഥം ഞാൻ നേരത്തെ സൂചിപ്പിച്ച അവിടെ നിന്നാണ് തുടക്കം. വേദഗ്രന്ഥത്തിൽ ഒരു സ്ഥലത്തും പറയുന്നില്ല കൊലപാതകത്തെ കുറിച്ച്. കൊല നടത്തണമെന്നൊരു സ്ഥലത്തും പറയുന്നില്ല. അകാരണമായി ഒരാളെ കൊന്നാൽ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യമാണെന്ന് വേദം പഠിപ്പിക്കും. ആ വേദം പഠിച്ച ഒരാള് എങ്ങനെ അകാരണമായി ഒരു മനുഷ്യനെ കൊല്ലും? ഒരു മുസ്ലിമിനെ എന്നല്ല, ഒരു ക്രിസ്ത്യാനിയെ എന്നല്ല, ഒരു ഹിന്ദുവിനെ എന്നല്ല. അകാരണമായി ഒരാൾ ഒരു മനുഷ്യനെ കൊന്നാൽ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും അവൻ കൊന്നതിന് തുല്യമാണ്. അവൻ നാളെ നരകത്തിലാണെന്ന് വേദഗ്രന്ഥം പഠിപ്പിച്ചാൽ പിന്നെ എങ്ങനെ കൊല്ലാൻ പറ്റും? വേദഗ്രന്ഥത്തിന്റെ കൈകാര്യകർത്താവായ വേദഗ്രന്ഥം പഠിച്ച ഒരു ചെറുപ്പക്കാരന്, വേദഗ്രന്ഥം പഠിച്ച ഒരു സ്ത്രീക്ക് എങ്ങനെ കഴുത്തിൽ കത്തിവെക്കാൻ തോന്നും? എങ്ങനെ ഒരാളുടെ കഴുത്തിൽ കയറിട്ട് മുറുക്കാൻ തോന്നും? ഒരിക്കലും തോന്നത്തില്ല. അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചാണ്, വേദഗ്രന്ഥം പഠിപ്പിക്കുന്നതിന് നമ്മുടെ മക്കള് നമ്മൾ സമയങ്ങൾ തിരഞ്ഞെടുക്കണം. അതുകൊണ്ട് ഒരു നഷ്ടവുമില്ല, നമുക്ക് തന്നെയാണ് നേട്ടം. കോടികൾ നമ്മൾ കൊണ്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടുന്നതിനേക്കാളും ആ കുട്ടിയെ വേദഗ്രന്ഥം പഠിപ്പിച്ച് നമ്മൾ പട്ടിണിയിലാണെങ്കിലും പരിഭവങ്ങളിലാണെങ്കിലും കടത്തിലാണെങ്കിലും ആ കുട്ടി ഒരു ദൈവത്തിന്റെ പുത്രനായി വളർന്നാൽ നാളെ കോടാനക്കോടി രൂപ അക്കൗണ്ടിലുള്ളതിനേക്കാൾ, കോടാനക്കോടി രൂപയുടെ ആസ്തി ഉള്ളതിനേക്കാൾ ഈ സാലിഹായ സത്യസന്ധനായ ഈ കുട്ടിയുടെ കരുതലാണ് മാതാവിന് ഉത്തമം, പിതാവിന് ഉത്തമം, കുടുംബത്തിനുത്തമം, ബന്ധത്തിനുത്തമം. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഞാൻ 1-2 വാക്കുകൾ എനിക്ക് പറയാതെ പോകാൻ പറ്റത്തില്ല ഈ സന്ദർഭത്തിൽ. കാരണം എനിക്ക് കിട്ടിയ അവസരം മുതലാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ചില വാക്കുകൾ, ഗുരുസ്വാമിയുടെ ഒരു വാക്ക് പോലും ഞാൻ കുറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഗുരുസ്വാമി പ്രവാചകനെ കുറിച്ച്, അതായത് പ്രവാചകൻ എന്ന് പറയുന്നത് ഒരു ഗുരുവാണല്ലോ. പ്രവാചകൻ ദൈവമല്ല. മുഹമ്മദ് നബി എന്ന് പറയുന്നത്, നമ്മൾ ഈ ആൾക്കാർ നബിദിനമൊക്കെ നടത്തി വലിയ ബഹളങ്ങളും കോലാഹലവും ഒക്കെ ഉണ്ടാകുന്ന അവർക്കൊന്നും ഈ മുഹമ്മദ് നബി ഒന്നും ആരെന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. കാരണം മുഹമ്മദ് നബി പഠിപ്പിച്ചിട്ടുണ്ട് ഇടാ നീ മദ്യപിക്കില്ലെന്ന്. പക്ഷേ അവൻ മദ്യപിച്ചുകൊണ്ടാണ് നബിദിനത്തിന്റെ അന്ന്, പ്രവാചകന്റെ ജന്മദിനത്തിന്റെ അന്ന് ആ പ്രവാചകൻ പറഞ്ഞ വാക്കുകൾക്ക് വിരുദ്ധമായിട്ടാണ് അന്ത്യപ്രവാചകൻ സിന്ദാബ, മുഹമ്മദ് നബി സിന്ദാബ, കുലൂ തക്ബീർ എന്ന് പറയുന്നത് എന്താണ്? അവൻ പ്രവാചക വാക്കുകൾ നിന്ദിച്ചുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ആ പ്രവാചകനെ കുറിച്ച് അത് പ്രവാചകനാണെന്ന് തിരിച്ചറിയാനുള്ള ബോധമില്ല. പ്രവാചകൻ എന്ന് പറയുന്നത് 40 വയസ്സ് വരെയും അദ്ദേഹത്തിന് പ്രവാചകത്വം കിട്ടുന്നത് വരെയും സാധാ ഒരു മനുഷ്യനായി ജീവിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന് പ്രവാചകത്വം കിട്ടിയപ്പോ അദ്ദേഹം ഒരു ഗുരുവായി മാറി, ഗുരുക്കന്മാരായി മാറി.
ആ ഗുരു വേദം പഠിപ്പിക്കാൻ ജനങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചു. ആ പ്രവാചകന്റെ ഫോട്ടോ ഇന്ന് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ആരാധിക്കുന്നുണ്ടോ പ്രവാചകന്റെ ഫോട്ടോ? പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പടം, അതായത് ലോകത്തെ കോടാനക്കോടി മുസ്ലിം സമൂഹം ഈ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ പഠിക്കുകയും ചെയ്യുന്ന മുഹമ്മദ് നബിക്ക് രൂപമില്ല, സൂറത്തില്ല. ആ പ്രവാചകൻ പഠിപ്പിച്ചെന്തെന്നറിയാമോ? ഞാനൊരു ഗുരുവാണ്, അദ്ദേഹത്തിൽ നിന്ന് വേദം പഠിക്കാം, അദ്ദേഹത്തിൽ നിന്ന് വേദ സംവിധാനങ്ങൾ പഠിക്കാം. പക്ഷേ നാളെ എന്നെ ആരാധിക്കാൻ പാടില്ല, എനിക്ക് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ മരിച്ചു പോകും കേട്ടോ. ആ പ്രവാചകൻ 63 വയസ്സിൽ മരിച്ചുപോയി. ആ പ്രവാചകൻ, ലോകത്തിന്റെ പ്രവാചകൻ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്ത് മുഴുവനും ജനങ്ങൾക്ക് മുഴുവനും കാരുണ്യവാനായി ജനിച്ച അയക്കപ്പെട്ട ആ പ്രവാചകൻ 63-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. അപ്പോ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു അനുയായി വന്നിട്ട് പറഞ്ഞു, ആരെങ്കിലും മുഹമ്മദിനെ ആരാധിക്കുന്നുണ്ട് എങ്കിൽ ആ മുഹമ്മദ് മരിച്ചു. ആ മുഹമ്മദിന്റെ ദൈവത്തെയാണ് ആരാധിക്കുന്നത് എങ്കിൽ ആ ദൈവം ഒരിക്കലും മരിക്കാത്ത ദൈവമാണ്, ഒരിക്കലും മരിക്കാത്ത ദൈവമാണ്. അതല്ലേ സത്യസായി ബാബ ഒരു ഗുരുവാണ്, അല്ലേ? ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ വേദങ്ങൾ പഠിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ആ ഭാഗങ്ങൾ, അദ്ദേഹം സമൂഹത്തോട് കൊടുത്ത പല ഭാഗങ്ങളും മനസ്സിലാക്കി ജീവിക്കുന്ന ധാരാളമുണ്ട്. പക്ഷേ അദ്ദേഹത്തെ ഒരാൾക്ക് ദൈവം എന്ന് വിളിക്കാൻ പറ്റത്തില്ല. കാരണം ആ സത്യസായി ബാബ എന്ന മഹാന് പോലും ലാസ്റ്റ് കിഡ്നിക്ക് അസുഖം ബാധിച്ചാണ് മരിക്കുന്നത്. ഒരു ദൈവത്തിന് കിഡ്നിക്ക് തകരാറ് വരുമോ? ഞാൻ പറയുന്ന ആ ഗുരുക്കന്മാരുടെ ദൈവം, മുഹമ്മദ് നബിയുടെ ദൈവം, സത്യസായി ബാബയാണ് ദൈവം, ശ്രീനാരായണ ഗുരു സ്വാമിജിയുടെ ദൈവം. ആ ഒരു ദൈവം മഴ തരുന്നത്, നമ്മൾ പറയണ്ട, മുഹമ്മദ് നബി ഇവിടെ മഴ തരുന്നു, സത്യസായി ബാബാജി മഴ തരുന്നു, ഗുരുസ്വാമി മഴ തരുന്നു, അങ്ങനെയല്ല. ഒരു ഗുരുക്കന്മാർ അവർ ദൈവത്തിലേക്ക് അടുക്കുന്നതിന് വേണ്ടി, ദൈവസന്നിധിയിൽ വിജയിക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്ത്, ഈ ലോകത്ത് തുച്ഛമായ നൈമിഷികമായ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുമ്പോ പാരത്രികമായി നമ്മൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി മാർഗ ദീപം കാണിച്ചു തന്നതാണ് ആ ഗുരുസ്വാമി പ്രവാചകനെ കുറിച്ച് പറഞ്ഞ ഒരു വാക്ക്. അതെ, കരുണാവാൻ നബി മുത്തുരത്നമോ. ലിസൺ, ആ ഭാഗം ഞാൻ പറഞ്ഞുതരാം. അനുകമ്പ ദശകം എന്ന കൃതി, അനുകമ്പ ദശകം എന്ന കൃതി നമ്മൾ സാധാരണ ഇങ്ങനെ വായിക്കും, നമ്മൾ അറബിക് കോളേജിലേക്ക് പഠിപ്പിക്കുന്നുണ്ട്. കുറച്ച് സമയങ്ങൾ കിട്ടുമ്പോൾ കുറച്ച് വേദഗ്രന്ഥം ഉണ്ട്. എന്റെ ക്രിസ്ത്യാനികളുടെ ബൈബിളിന് മുമ്പേ ഉള്ള ഇഞ്ചീൽ, ഈസ, സുരിയാനി ഭാഷയിലുള്ള ഗ്രന്ഥം വരെ എന്റെ കയ്യിലുണ്ട്. എനിക്ക് അത്യാവശ്യം ഈ പറഞ്ഞ ഉറുദു, അറബി, ഹിന്ദി ഭാഷകളിലൊക്കെ കുറച്ച് അറബിക് കോളേജ് പഠന സമയത്ത് കുറെ പഠിച്ചിട്ടുള്ള. അപ്പൊ ഞാൻ പറഞ്ഞത്, ആ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അനുകമ്പാ ദശകം എന്ന ഗുരുസ്വാമിയുടെ, നമ്മുടെ മുമ്പിലുണ്ട് ഗുരുസ്വാമിയുടെ വിഗ്രഹം, അല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ വിഗ്രഹമാണ് ആ വിഗ്രഹം. ആ അദ്ദേഹത്തിനോട് നമുക്ക് പരലോകത്ത് രക്ഷ തരണം എന്ന ലക്ഷ്യത്തോടെ അല്ല അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. പിന്നെയോ അദ്ദേഹത്തെ കാണുമ്പോ അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ ഓർമ്മ വരണം. അദ്ദേഹം പറഞ്ഞ ദർശനങ്ങൾ, ലോകത്ത് മൺമറഞ്ഞു പോയ പ്രവാചകൻ മുഹമ്മദ് നബിയെ കുറിച്ച് ഈ രാജ്യത്ത് ജീവിച്ച്, ഈ രാജ്യത്ത് പൂജാതമായ ബഹുമാനപ്പെട്ട, നമുക്ക് ഒരിക്കലും വാക്കുകളില്ലാത്ത ഗുരുസ്വാമിജി പോലും പറയുന്നത് മുത്തുരത്നമോ, മുഹമ്മദ് നബിയെ കുറിച്ച് മുത്തുരത്നമോ. അപ്പൊ ആ ദീപങ്ങൾ, ആ ദർശനങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യണം. ഇന്ന് നമുക്കറിയാം, വർഗീയമായി വിഷം ചീറ്റുന്ന മനുഷ്യരുടെ മുമ്പിൽ ഒരു പക്ഷേ തൊപ്പിയിടുന്നവനെ കണ്ടപ്പോൾ, താടി നീട്ടി വളർന്നതിനെ കാണുമ്പോൾ വിദ്വേഷം വരുന്നത് പോലെ ചിലർക്ക് നീളം കുറി കാണുമ്പോഴും വരാം. വിവരമില്ലാത്തവരാണ്. തട്ടമിട്ട ഉമ്മയുടെ മകനായിരുന്നാലും, പൊട്ടുതൊട്ട അമ്മയുടെ മകനായിരുന്നാലും ഈ രാജ്യത്തിന്റെ മക്കളാണ്. ഹൈന്ദവതയുടെ, ക്രിസ്ത്യാനിയുടെയോ മുസൽമാനെയോ മക്കളല്ല, ഈ രാജ്യത്തിന്റെ മക്കളാണ്. ഏക ദൈവത്തിന്റെ മക്കളാണ്. ഏകദൈവം, ആ ഒരൊറ്റ ദൈവത്തിന്റെ മക്കളാണെന്ന് വിശ്വസിക്കുന്ന ഒരുത്തന് ഈ ലോകം സമാധാനമാണ് സാർ. ഈ ലോകം സമാധാനമാണ്.
ടെൻഷനില്ല. അവന് ഒരു മുസ്ലിമിന് ഈ അമ്പലത്തിന്റെ കാമ്പൗണ്ടിൽ കയറി സന്തോഷമായി ഇരിക്കാൻ തോന്നും. കാരണം എന്താ? ഇവിടെ വരുന്നത് മനുഷ്യരാണെന്നുള്ള ബോധം അവന്റെ മനസ്സിലുണ്ടാവണമെങ്കിൽ അവന് കയറി ഇരിക്കണം. നമ്മൾ മണിക്കൂറുകളോളം ദൈവങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നു. അവര് കാണുമ്പോൾ, ഗുരുസ്വാമിയെ കണ്ടപ്പോ രാജീവ് പാലത്തറജി പറഞ്ഞു, എത്രയോ കിലോയുടെ കാര്യവും ഇന്ത്യയിലെ ഏറ്റവും വലിയ വിഗ്രഹം അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഞാൻ നോക്കി കാണുകയായിരുന്നു. അത് കാണുമ്പോ നമ്മുടെ മനസ്സ് സന്തോഷിക്കണമെങ്കിൽ അവന് മതേതരത്വം മനസ്സിലുണ്ടാവണം, സെക്യുലറിസം മനസ്സിലുണ്ടാവണം. കാരണം ഈ ഗുരുസ്വാമി അവന്റെ ശത്രുവല്ല. ഈ ഗുരുസ്വാമി ഒരു ക്രിസ്ത്യാനിയുടെ ശത്രുവല്ല. ഈ ഗുരുസ്വാമിയുടെ തലയെടുത്തോണ്ട് പോകുന്ന ചില വ്യക്തികളുണ്ട്. അവരോട് പറയാനുള്ളത്, നിന്റെ തലയാണ് ആദ്യം പോകേണ്ടത്. കാരണം എന്താ? നിന്റെ തലയിൽ മൂളയില്ലാത്തത് കൊണ്ട്, നിന്റെ തലയിൽ മജ്ജയില്ലാത്തത് കൊണ്ട് നിനക്ക് ആ പ്രവൃത്തി ചെയ്യേണ്ടി വന്നു. ഗുരുസ്വാമിക്കൊന്നും നഷ്ടപ്പെടായില്ല അല്ലേ സാർ? ഗുരുസ്വാമിയുടെ വിഗ്രഹം വെച്ചിരിക്കുന്ന ഗുരുസ്വാമി അദ്ദേഹത്തിന് വല്ലതും നഷ്ടപ്പെടാനുണ്ടാവും? ഒന്നുമില്ല. അതാ ഞാൻ പറഞ്ഞത്, മതേതരത്വം, ധർമ്മം, അവന്റെ മനസ്സിൽ ദൈവിക ചിന്ത ഉള്ള ഒരാള് അവന് തോളെ കൈയിട്ട് നടക്കാം. ഇതാണ് കൗശികൻ ദാസ്. നമ്മൾ സാധാരണ സർട്ടിഫിക്കറ്റില് അവൻ പിന്നെ എന്താണ്, നമ്മൾ OBC, അവനും OBC ആണ്, ഞാനും OBC ആണ് സർട്ടിഫിക്കറ്റില്. അവൻ ഹിന്ദു OBC, ഞാൻ മുസ്ലിം OBC. പക്ഷെ അത് ഇവിടെ സ്കൂൾ തലത്തിൽ മറ്റൊക്കെ കൊടുത്താലേ പറ്റും. പക്ഷെ ഒരുമിച്ചാണ് കിടത്തം, ഒരുമിച്ചാണ് നടത്തം, എവിടെ പോയാലും ഒരുമിച്ചാണ് പോകുന്നത്. അതുപോലെ രാജീവ് പാലത്തറജി, ഒന്നിച്ചാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, ഒന്നിച്ചാണ്. എന്തുകൊണ്ട് എല്ലാവർക്കും അത് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവന്റെ അജ്ഞതയാണ് സാർ. നമ്മളത് മനസ്സിലാക്കണം. അജ്ഞത പൂണ്ട ലോകത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനും അവന് വിശാലമായി ചിന്തിക്കാൻ പറ്റത്തില്ല. അവൻ മുഖം കുനിക്കുന്നു, തല കുനിക്കുന്നു. അവന് എന്താ പറയുന്ന, മനസ്സിൽ ഒരു വീർപ്പ് മുട്ടലിന്റെ വക്കിലാണ്. പക്ഷേ എന്നെ പോലെയുള്ള, രാജീവ് പാലത്തറെ പോലുള്ള, കൗശികിനെ പോലുള്ള, അഫ്സൽ ബാഷ, നാസിമിനെ പോലുള്ളവർക്ക് ഈ ദൈവങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് സന്തോഷമായി ദൈവീക ഗീതങ്ങൾ, രാമായണ പുരാണങ്ങൾ കേൾക്കാൻ ഉണ്ടാകുന്ന വ്യഗ്രത അത് വളരെ വലുതാണ്, വളരെ വലുതാണ്. അതിനേക്കാൾ ഉപരിയല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഊണും ഉറക്കവും മുഴുവനും ഒരു വാഹനം കൊണ്ടുവന്ന് ദിവസങ്ങളോളം ഒരു മരച്ചുവട്ടിൽ ഇട്ടിട്ട് വേദഗ്രന്ഥം പറയാൻ മനസ്സ് എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ ഇരുന്ന് പറയുമ്പോ എന്റെ മനസ്സിൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് വരുന്നില്ല. സാന്ദർഭികമാണ്. സുനിൽ സ്വാമിജി അദ്ദേഹം ഇവിടെ വേദഗ്രന്ഥം പഠിപ്പിക്കുമ്പോ അദ്ദേഹം കൗശിക് എന്ന ഒരു അർത്ഥത്തിന് വാക്കർത്ഥം പറയുന്നുണ്ട്, നല്ല രീതിയിൽ പറയുന്നു. അപ്പൊ സാന്ദർഭികമായ ഒരു കൗശിക്കും ഇവിടെ വരുന്നുണ്ട്. ആ കൗശിക്ക് ആ അർത്ഥം മനസ്സിലാക്കണം. എടുത്തു വീണ്ടും പറഞ്ഞു, കൗശിക്കെ നീ ആ അർത്ഥം മനസ്സിലാക്കണം. സാന്ദർഭികമായി കൊടുക്കണം കൈയടി, കൊടുക്കണം കൈയടി. അതാണ് മതത്തിന്റെ പേരിൽ, ധർമ്മത്തിന്റെ പേരിൽ നമ്മൾ വേദഗ്രന്ഥങ്ങൾ ഉരുവിടുന്നത്. ഇങ്ങനെ അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ വന്നത്, ഇത്രയും സംസാരിച്ചത്, ഞാൻ ഇത്രയും പറഞ്ഞത്. മണിക്കൂറുകളോളം കാത്തു നിന്ന് ഒരുപാട് സന്തോഷത്തും കൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ പറ്റി. ഇനിയും അദ്ദേഹം പോകുന്നിടത്ത് ഞാൻ പോകും, നമ്മുടെ സുഹൃത്തുക്കളത്തും കൂടെ പോകും. വേറൊന്നുമില്ല, അവിടെയും ഈ നവാസ് ഹിക്കമി റഷാദി വരും സാർ, 2 വാക്ക് സംസാരിക്കാൻ അവസരം അവിടെയും തരണം, എനിക്ക് പറയണം. വേറൊന്നുമില്ല, നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാർ ഇറങ്ങിത്തിരിക്കുമ്പോൾ മാത്രമേ ഈ സമൂഹത്തിലുള്ള മൂഢത മനസ്സിലാവുകയുള്ളൂ. ചില മൂഢന്മാർക്ക് തിരുത്തി കൊടുക്കണമെങ്കിൽ നമ്മൾ വെളിച്ചം കൊണ്ടുവരണം. അല്ല, ഇരുട്ടിനെ മാറ്റിയിട്ട് നമുക്ക് വെളിച്ചം കൊണ്ടുവരാൻ നടക്കത്തില്ല. ഇരുട്ടത്തോട്ട് കൂരിട്ടുള്ള രാത്രിയിൽ ഇരുണ്ട യുഗത്തിലേക്ക് ഏറ്റവും നല്ല വെളിച്ചമടിക്കുമ്പോൾ ഇരുട്ട് മാറിപ്പോകും. ഗുരുസ്വാമി ഉസ്താദ്, ബഹുമാനിയനായ ഉസ്താദ്, നമ്മൾ ഗുരു എന്ന് പറയുന്നത് അറബി വാക്ക്, ഞാൻ പറഞ്ഞ ഒരു അറബി പണ്ഡിതനായതുകൊണ്ട് ഞാൻ പറയുന്നത് ഉസ്താദ്, ബഹുമാനിയനായ, ഞാൻ ഉസ്താദ് വിളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. സുനിൽ ഉസ്താദ് ജി, ഡോക്ടർ സുനിൽ ഉസ്താദ് ജി, ബഹുമാനിയനായ ഉസ്താദ് ഇരുളിന്റെ മറവിൽ ഒളിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഓരോ വിഷയവും ഇവിടെ ഉരുവിടുമ്പോൾ സീരിയൽ കാണുന്ന ഈ ക്ഷേത്രത്തിന്റെ അംഗങ്ങൾ ധാരാളമുണ്ട്. ദൈവം വിടില്ല നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ അബദ്ധമാണ്. കാരണം
ഇത്രയും പരിശുദ്ധമായ വേദഗ്രന്ഥം ഉരുവിടുന്ന ഏറ്റവും പരിശുദ്ധമായ ഒരു ഭവനത്തിന്റെ മുമ്പിൽ ഇത്രയും നല്ല സംവിധാനത്തോടു കൂടി ഇത്രയും ഐക്യം വെച്ച് ചെലവാക്കിക്കൊണ്ട് ബഹുമാന്യനായ ഒരു പണ്ഡിതൻ, സമയം അദ്ദേഹത്തിന് ഇല്ല, ഈ പരിപാടി തീർന്നാൽ അടുത്ത സ്ഥലത്തേക്ക് ബുക്കിംഗ്, ഇനി അദ്ദേഹത്തിന്റെ ബുക്കിംഗ് കിട്ടണമെങ്കിൽ ഇനിയും ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും എടുക്കും. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ പോലുള്ള ഉസ്താദുമാർ ഇവിടെ വന്ന് ക്ലാസ് എടുക്കുമ്പോൾ തൊട്ടടുത്ത് വെള്ളമടിച്ചുകൊണ്ട് കൂത്താടുന്നവർ, തൊട്ടടുത്ത് TV ചാനലുകളിലൂടെ സീരിയലുകൾ കാണുന്നവർ, സൂക്ഷിക്കണം. ദൈവം ഒന്നേ ഉള്ളു, ദൈവം ഒന്നേ ഉള്ളു. ദൈവത്തിന്റെ ശിക്ഷ വരുന്ന വഴി നമുക്കറിയത്തില്ല. ചിലപ്പോ ഇരുന്നുകൊണ്ട് നമ്മൾ തീർന്നു പോകും. ഒരു ഡോക്ടർ ഹോസ്പിറ്റൽ അപ്പുറം ഇപ്പുറമുണ്ട്. എവിടെ കൊണ്ടുപോകണം, ഇവിടെ കൊണ്ടുപോകണം, അവിടെ കൊണ്ടുപോകണം. മതേതരത്വം ഇല്ലാത്തവൻ ഞാൻ അപ്പോഴേ പറയും, നമുക്ക് ഇങ്ങനെ ഒരു ഹിന്ദുവിന്റെ ഹോസ്പിറ്റൽ ഉണ്ട്, അങ്ങോട്ട് പോട്ടെ എന്ന് പറയും. വിവരമില്ല മുസ്ലിം ആണെങ്കിൽ പറയും, അത് മെഡിസിറ്റിയിലോട്ട് പോട്ടെ എന്ന് പറയും. ഇങ്ങനെയല്ല, ഏറ്റവും നല്ല ഡോക്ടർ ഉള്ളിടത്താ പോകേണ്ടത്. അല്ലെങ്കിൽ അവന്റെ കാറ്റ് അവിടെയും കൂടെ ഇട്ട് 2 കുത്തുകൂടെ കിട്ടും. മനസ്സിലായില്ലേ? കാരണം ജനങ്ങൾക്ക് വിവരം വേണം. അവിടെ ഇട്ട് 2 കുത്ത് പള്ളക്ക് അറ്റാക്ക് വന്നാണ് മരിച്ചത്. വിവരമില്ലാത്ത ആൾക്കാർ അങ്ങോട്ട് കയറും, 3-4 പേര്. അവന് ഒരു ശകലം വെള്ളം കൊടുത്താൽ മാറാവുന്ന അസുഖമായിരിക്കും. ഇവനെ തൂക്കിയെടുത്ത് കൊണ്ടുപോയില്ല, പഞ്ചിങ് റൂമിലോട്ട് കയറ്റിട്ട് ഇടിയോടിടി, അതോടുകൂടി ചത്ത്. എവിടെ നിങ്ങൾ പരാതി പറയും? നിങ്ങൾ എവിടെയാ പരാതി പറയുന്നത്? നിങ്ങൾ എവിടെ ചെന്ന് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി പറയും? നിങ്ങൾ തന്നെ പറയുന്നു, എന്റെ ഹസ്ബൻഡിന് എന്റെ മോനിക്ക് അറ്റാക്ക് വന്ന് കൊണ്ടുവന്നു, ഇവിടെ വന്നപ്പം അവര് ഡോക്ടർമാരൊക്കെ പണിച്ച പണി മൊത്തം നോക്കി ചത്തുപോയി. പണിച്ച പണി മൊത്തം നോക്കാൻ നിങ്ങൾ കൊണ്ടിട്ട് കൊടുത്തിട്ടാണ്. അതാ പറഞ്ഞത്, ദൈവത്തിന്റെ മുമ്പിൽ കുമ്പിടാത്ത ഒരുവന് പല നിലയിലുള്ള അബദ്ധങ്ങൾ സംഭവിക്കാം, പല നിലയിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാം. ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രവാചകൻ മുഹമ്മദ് നബി, ഇവിടെ നമ്മൾ സാധാരണ പറയും തട്ടുകടയിൽ വഴിയരിയിൽ ചായ കുടിച്ചോണ്ടിരിക്കുന്ന ഒരു ശൈലി ഉണ്ടല്ലോ, അതുപോലെ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു ജൂതന്റെ മയ്യത്ത്, ജനാസ എന്ന് പറയും, ശരീരം ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. പ്രവാചകൻ ചാടി എഴുന്നേറ്റ് ബഹുമാനിച്ചു, ആദരിച്ചു. കൂടെയുള്ളവരും ചാടി എഴുന്നേറ്റ് ആദരിച്ചു. ഒരാൾ ചോദിച്ചു, അതൊരു ജൂതനാണല്ലോ എന്ന് ഒരു സാധാരണ ഒരു ആരാബിയായ ഒരു കാട്ടറബിയായ മനുഷ്യൻ പ്രവാചകനോട് ചോദിച്ചു. ആ മനുഷ്യനോട് പ്രവാചകൻ പറഞ്ഞു, ഏ മനുഷ്യ, അവന്റെ ജാതിയോ അവന്റെ മതമോ അല്ല വിഷയം, അവനൊരു മനുഷ്യനാണ്. ആ പോകുന്നത് മനുഷ്യ ശരീരത്തിന്റെ ഡെഡ് ബോഡിയാണ്. അതിനെ ആദരിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അങ്ങനെയാണ് രാജ്യത്ത് വേദഗ്രന്ഥങ്ങളിലൂടെ കാര്യങ്ങൾ പകർന്നു കൊടുക്കുന്നത്. ഞാൻ ചില വാക്കുകൾ ഞാൻ പറയുകയാണ്. അതായത്, ഈ സമാധാനം മനുഷ്യന് കിട്ടണമെങ്കിൽ പറയാം, സ്വാമിജി സമയം കൊണ്ടാ, സമാധാനം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, എന്താ ചെയ്യേണ്ടത്? ഒരു മനുഷ്യന് സമാധാനം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് സമാധാനം തേടി നടക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ചിലര് പോയി പെടുന്നത് ദുർമന്ത്രവാദികളുടെ കയ്യിലാണ്. ദുർമന്ത്രവാദിയുടെ കയ്യിലാണ്. അവൻ സാമ്പത്തിക ചൂഷണങ്ങൾക്ക് വേണ്ടി ഇരിക്കുന്നവന്റെ കയ്യിലാണ്. അവനൊരു ഗുരുവിന്റെ കയ്യിലല്ല പോയി പെടുന്നത്. ചൂഷണങ്ങൾക്ക് വേണ്ടി ഇരിക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ, അതുകൊണ്ട് ഈ ലോകത്ത് ചൂഷണം ചെയ്യാൻ അറിയാവുന്ന മനുഷ്യരുടെ മുമ്പിൽ, ദുർമന്ത്രവാദികളുടെ മുമ്പിൽ പോകുന്നവരുണ്ട്. അവരവിടെ ചെന്നിട്ട് അവന്റെ പ്രശ്നങ്ങൾ പറയുന്നു. മന്ത്രവാദി ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഇവൻ പ്രശ്നങ്ങൾ ഒന്നൊഴിയാതെ പറയുകയാണ്. അവന്റെ വാഹനം ഇടിക്കുന്നു, എന്റെ ബെൻസ് അങ്ങനെ ചെയ്തു, എന്റെ വസ്തു കച്ചവടം നടന്നില്ല. ഇതിൽ നിന്ന് ആ മന്ത്രവാദി മനസ്സിലാക്കിയവൻ ആസ്തിയുള്ളവനാണ്. ഇവനെ വെറുതെ വിടാൻ പറ്റത്തില്ല. ഇവന് ഇതൊന്നും വന്നാ പോരാ, ഇവൻ എന്റെ മുമ്പിൽ തന്നെ വന്നല്ലോ. ഇവൻ വണ്ടി ഇടിച്ച് ചാവുന്നതിന് മുമ്പ് എന്റെ മുമ്പിൽ വന്നെത്തിയത് വളരെ നല്ല കാര്യം. അവനെ അവിടെ വെച്ച് മന്ത്രവാദി കാര്യമായ രീതിയിൽ കൈകാര്യം ചെയ്യും. ഇവിടെ പ്രശ്നങ്ങൾ മുഴുവനും ഞാൻ മാറ്റിത്തരാം. അപ്പൊ അദ്ദേഹം തിരിച്ചു പറയുന്നത്, അതിന് എന്ത് വേണമെങ്കിലും തരാം, എന്ത് വേണമെങ്കിലും തരാം. അപ്പൊ പിന്നെ മന്ത്രവാദിക്ക് കുറച്ചുകൂടെ ആച്ചട,
അപ്പോ അദ്ദേഹം പറയുന്നു അത് ഇത് ചപ്പ് ചവറ് കുറെ ഓരോരുത്തരുടെ ചില ശൈലികളും കാര്യങ്ങളും പറയും. ഞാൻ ദുർമന്ത്രവാദികളുടെ കാര്യമാണ് പറയുന്നത്, ഗുരുക്കളുടെ കാര്യമല്ല, ഉസ്താദുമാരുടെ കാര്യമല്ല, നല്ല പണ്ഡിതരുടെ കാര്യമല്ല, ദൈവിക ചിന്തയുള്ളവരുടെ കാര്യമല്ല, ആത്മീയ ഗുരുക്കന്മാരുടെ കാര്യമല്ല. ജീവിക്കാൻ വേണ്ടി, സമൂഹത്തിൽ പീഡനങ്ങൾ നടത്താൻ വേണ്ടി, സമൂഹത്തിൽ മോശമായ പ്രവണതകൾ നടത്താൻ വേണ്ടി അങ്ങനെ ചെല്ലുമ്പം മന്ത്രവാദിയുടെ പറയുന്ന ചില വാക്കുകളിൽ ഞാൻ ചുരുക്കി പറയുക, ഇവര് സായുജ്യമടയും. വേറെ അവിടെ ഒന്നും ചെയ്തില്ല. ആ ദുർമന്ത്രവാദി പറഞ്ഞ ചില വാക്കുകളിൽ സായുജ്യമടഞ്ഞുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് അവൻ വീട്ടിലേക്ക് പോകുന്നു. അവന്റെ ലക്ഷങ്ങൾ, അവന്റെ പതിനായിരങ്ങൾ, അവന്റെ കോടികൾ അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ നൂലാമാലകളൊക്കെ ചെയ്തപ്പോ ഇദ്ദേഹത്തിന് സമാധാനമായി, താൽക്കാലികമായ സമാധാനമായി. അവന്റെ പ്രശ്നങ്ങൾ തീരുന്നില്ല. അല്ലെങ്കിൽ പിന്നെ അവൻ എന്ത് ചെയ്യും? അവസാനം അവന്റെ സമാധാനത്തിന് വേണ്ടി കെട്ടിത്തൂങ്ങി ചാവും. അല്ലേ സാർ? അവസാനം ഇതൊന്നും നടക്കാതെ കെട്ടിത്തൂങ്ങി ചാവും. എന്നാൽ സമാധാനത്തിന് വേണ്ടി വേദഗ്രന്ഥങ്ങളായ വേദഗ്രന്ഥം മുഴുവനും പരിശോധിച്ചാൽ പറയാം, നിങ്ങൾ ദൈവത്തോട് അടുക്കുക. ദൈവത്തെ ധ്യാനിച്ചുകൊണ്ടല്ലാതെ, ദൈവത്തെ സ്മരിച്ചുകൊണ്ടല്ലാതെ, ദൈവിക ചിന്ത അയവിറക്കിയത് കൊണ്ടല്ലാതെ, ദൈവത്തെ പുണർന്നുകൊണ്ടല്ലാതെ, ദൈവത്തിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിച്ചത് കൊണ്ടല്ലാതെ അവന് സമാധാനം കിട്ടുകയില്ല. അവന് സമാധാനമില്ല. അതാ അതേ പറയാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ദൈവിക ഗ്രന്ഥങ്ങൾ ഉരുവിടുന്ന ഉസ്താദിന്റെ മുമ്പിൽ എന്തുകൊണ്ട് അവർക്ക് വന്നിരുന്ന് പഠിക്കാൻ വയ്യ? 2.5 വയസ്സായ കുട്ടിയെ അവര് ഡേ കെയറിലും പ്ലേ സ്കൂളിലും മുതൽ അങ്ങോട്ട് കുട്ടിക്ക് തിരക്കുണ്ടാക്കി വിട്ട്, കുട്ടിക്ക് ദൈവത്തെ അറിയത്തില്ല. കാണുന്ന ഫോട്ടോകൾ മാത്രമേ അറിയത്തുള്ളൂ. റോഡെ ബൈക്കിൽ പോകുമ്പോ ഒന്ന് കൈ കാണിക്കും, ഹലോ ഗുരുദേവ ടാറ്റ, എന്നിട്ടൊരു മുത്തം കൂടാ. അതുകൊണ്ട് എന്ത് നേടി സാർ? അതുകൊണ്ട് എന്ത് നേടി? വഴിയിലിരിക്കുന്ന പള്ളി കാണുമ്പോ, വഴിയിലിരിക്കുന്ന അമ്പലം കാണുമ്പോ, വഴിയിലിരിക്കുന്ന ചർച്ചുകൾ കാണുമ്പോ കൈപൊക്കി കാണിക്കുന്നത് അതൊരു കളിയാക്കലാണ്, ദൈവത്തെ കളിയാക്കലാണ്. നമ്മൾ ഇവിടെയൊക്കെ ഉണ്ട്, കാണിച്ചു തരാം ദൈവമേ എന്ന് പറയുന്ന പോലെയാണ്. അതല്ല, ദൈവത്തെ കുറിച്ച് പഠിക്കുന്നവർ മാത്രമേ ആ വണങ്ങൾ ഗുണം ചെയ്യുകയുള്ളൂ. ദൈവത്തെ കുറിച്ച് പാരായണം ചെയ്തവർ മാത്രമേ വണങ്ങാൻ പറ്റുകയുള്ളൂ. ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കിയവർ മാത്രമേ സമാധാനം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് സമാധാനം കാംക്ഷിക്കണമോ? ദൈവിക ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തും, ദൈവിക ഗ്രന്ഥത്തെ കുറിച്ച് പഠിച്ചും, ദൈവത്തെ കുറിച്ച് അടുത്തും, ഗുരുക്കന്മാരെ മാനിച്ചും, ഗുരുക്കന്മാരെ ബഹുമാനിച്ചും, ഡോക്ടർ സുനിൽ സ്വാമി ഉസ്താദ് അവരെ പോലുള്ളവരെ ആദരിച്ചും പോകുന്നവർക്കല്ലാതെ എങ്ങനെയാണ് രക്ഷപ്പെടാൻ സാധിക്കുന്നത്? ഏത് സമാധാനമാണ് അവർക്ക് വരുന്നത്? ദുർമന്ത്രവാദിയുടെ അടുക്കൽ കോടികൾ കൊണ്ടുപോയി ചെലവഴിച്ചാൽ അവന് സമാധാനം കിട്ടുമോ? മറ്റ് വഴിപാടുകൾ നടത്തുന്നത് കൊണ്ട് മാത്രം സമാധാനം കിട്ടുമോ? എനിക്ക് പണി ഒരുപാടുണ്ട്, എനിക്ക് തിരക്കാണ്, വൈഫിന്റെ അടുത്ത് കാശ് കൊടുത്തിട്ട് പറയുന്നു കൊണ്ടുപോയി വഴിപാട് നടത്ത്. വെച്ചു, അമ്പലത്തിന് പൈസ കിട്ടി, അവനെന്ത് നേട്ടം? അവൻ എങ്ങനെ രക്ഷപ്പെട്ടു? അവൻ പോകുന്നത് പ്രശ്നങ്ങളിലേക്കല്ലേ? നമുക്കറിയാം, ഇന്ന് ചില രാഷ്ട്രീയക്കാർ, ദൈവത്തോട് കൂറില്ലാത്ത രാഷ്ട്രീയക്കാരുണ്ട്. പക്ഷേ ആ കൂറില്ലാത്ത രാഷ്ട്രീയക്കാരുടെ ഭാര്യമാര് ഭർത്താവിനൊന്നും സംഭവിക്കാതിരിക്കാനും കുടുംബജീവിതം ഭദ്രമായി പോകാനും എല്ലാവർക്കും വേണ്ടി വഴിപാടുകൾ നടത്തുന്നു. എല്ലാവർക്കും, മക്കൾക്ക് വേണ്ടി വഴിപാട് നടത്തുന്നവരുണ്ട്, ഭർത്താവിന് വേണ്ടി വഴിപാട് നടത്തുന്നവരുണ്ട്. ഭർത്താവ് പോകത്തില്ല. കാരണം എന്താ? അവൻ ചിന്തിക്കുന്ന ആശയത്തിന് വിരുദ്ധമായി പോവും, അവന്റെ സ്ഥാനമാനങ്ങൾക്ക് വിരുദ്ധമായി പോവും, അവന്റെ ഒരു ഉത്ബുദ്ധ രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾക്ക് വിരുദ്ധമായി പോവും. ഭാര്യയെ പറഞ്ഞു വിട്ടിരിക്കും. ഭാര്യ അതുകൊണ്ട് പഠിക്കും, ഭാര്യ രക്ഷപ്പെടും. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, കോടിക്കണക്കിന് രൂപ കള്ളുകച്ചവടം ചെയ്ത് ബാങ്കിലിട്ടിട്ട് നേരെ മരിക്കുമ്പോ ഇത്രയും പൈസ അമ്പലത്തിനും പള്ളി കമ്മിറ്റിക്കും ചർച്ചിനും കൊടുത്തേരാ എന്ന് പറഞ്ഞ ഒരാൾ ജീവിതകാലം മുഴുവനും വെള്ളമടിച്ച് മോശമായ പ്രവർത്തനങ്ങൾ ചെയ്ത് അസാൻമാർഗികമായ ഭാഗങ്ങളിലൂടെ നടന്നുപോയ ഒരാൾ അവന്റെ കോടികൾ കൊണ്ട് അമ്പലത്തിന് കൊടുത്തത് കൊണ്ട്, പള്ളിക്ക് കൊടുത്തത് കൊണ്ട്, ചർച്ചിന് കൊടുത്തത് കൊണ്ട്, വഴികൾക്ക് കൊടുത്തത് കൊണ്ട് അവന് വല്ല രക്ഷയുമുണ്ടോ? ഒരിക്കലുമില്ല.
പക്ഷേ അവന് രക്ഷയുണ്ടാകും. അവൻ ചെയ്ത ആ സൽക്കർമ്മമാണ് എങ്കിൽ അവന് രക്ഷയുണ്ടാകും. എങ്ങനെ? ആദ്യം അവൻ ദൈവിക വിശ്വാസിയായിരിക്കണം. ആദ്യം ദൈവിക വിശ്വാസിയായിരിക്കണം. ദൈവിക വിശ്വാസിയാണെങ്കിൽ മാത്രമേ ആ ചെയ്ത സൽക്കർമ്മത്തിന് അവന് രക്ഷയുള്ളൂ. അല്ലെങ്കിലോ ഒരു രക്ഷയുമില്ല. ഇവിടെ ഏകദൈവ വിശ്വാസത്തെ കുറിച്ച് ഞാൻ ആണ് സ്വാഭാവികമായി ഊന്നി പറഞ്ഞത്. നമുക്കെല്ലാം ഒരേ ദൈവമുണ്ട്. അപ്പൊ നമ്മുടെ ചോദിക്കാൻ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരൊറ്റ വാക്ക് അറബിയിൽ തന്നെ ഖുർആനിൽ തന്നെ പറയുന്ന, ബാക്കി ഭഗവത്ഗീതയിലും വേദഗ്രന്ഥങ്ങളിലും ഏറ്റവും കൂടുതൽ അറിവുള്ള ഉസ്താദ് അദ്ദേഹം സലീൽ ഡോക്ടർ അദ്ദേഹം പറയും. പക്ഷേ ഖുർആനിലുള്ള വാക്ക് തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന്റെ വാക്കല്ല. ഖുർആനിൽ പറഞ്ഞത് കാനന്നാസു ഉമ്മത്തൻ വാഹിദ. കാനന്നാസു അന്നാസ് ജനങ്ങൾ, കാനന്നാസു ജനങ്ങൾ, ഉമ്മത്തൻ വാഹിദ ഒറ്റ സമൂഹമായിരുന്നു. ഉമ്മത്ത് എന്ന് വെച്ച സമൂഹം. കാനന്നാസു ഉമ്മത്തൻ വാഹിദ. വാഹിദ് എന്ന് പറഞ്ഞാൽ ഗൾഫിൽ പോയിട്ടുള്ള വാഹിദ് ഇസ്ലാനി എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ. വാഹിദ് ഒന്ന്, ഉമ്മത്തൻ വാഹിദ ഒറ്റ സമൂഹമായിരുന്നു ജനങ്ങൾ. പിന്നെ വിഘടിത വിഭാഗങ്ങൾ, ബുദ്ധിയില്ലാത്തവർ, അതുപോലെ ബുദ്ധിശൂന്യത ഉള്ളവർ, മറ്റു ചില ബിസിനസ് മേഖലകൾ ചിന്തിക്കുന്നവർ ജനങ്ങളെ പിന്തിരിപ്പിച്ചു കളഞ്ഞു. ഒറ്റ സമൂഹത്തെ പിന്തിരിപ്പിച്ചു കളഞ്ഞു. ഞാൻ പറഞ്ഞേ, കൃഷ്ണ യജുർവേദം, സാർ തെറ്റുണ്ടെങ്കിൽ തിരുത്തണം, അധ്യായം 4, കൃഷ്ണ യജുർവേദം 6 മുതൽ 9 വരെയുള്ള വാക്കുകൾ പറയുന്നുണ്ട്. ചതുപ്പ് നിലങ്ങളുടെയും നടുവഴികളുടെയും നാടിന്റെയും കാടിന്റെയും കുന്നിന്റെയും കുഴികളുടെയും, ഞാൻ ഈ പറയുന്നത് വേദമാണ്, നമ്മുടെ വേദമാണ്, മുസൽമാന്റെ മാത്രമല്ല, ഹിന്ദുവിന്റെ മാത്രമല്ല. ഒരു പക്ഷേ ഭഗവത്ഗീതയിലോ അല്ലെങ്കിൽ പറഞ്ഞതുപോലെ കൃഷ്ണ യജുർവേദം ഒരു ഹിന്ദുക്കൾ പിൻപറ്റുന്ന ഒന്നായിരിക്കാം. പക്ഷേ ആ വാക്കുകൾ, വരികൾ നമ്മൾ മനസ്സിലാക്കണം. ഇതില് മുസ്ലിമിനെന്നോ ക്രിസ്ത്യാനിക്കെന്നോ ഹിന്ദുവെന്നോ മാറ്റി നിർത്താൻ പറ്റിയ ഒരു വാക്കുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ഉണ്ടെങ്കിൽ ഇപ്പൊ എഴുന്നേറ്റ് പറയണം. എന്താ കേട്ടുനോക്ക്. ചതുപ്പ് നിലങ്ങളുടെയും നടുവഴികളുടെയും നാടിന്റെയും കാടിന്റെയും കുന്നിന്റെയും കുഴികളുടെയും ആലയങ്ങളുടെയും ആലകങ്ങളുടെയും ഗുഹകളുടെയും ജലാശയങ്ങളുടെയും നിലാവിന്റെയും ശബ്ദങ്ങളുടെയും തൂളികയുടെയും മരത്തിലെ പച്ചിലകളുടെയും മണ്ണിൽ പൊഴിഞ്ഞു വീഴുന്ന ഇലകളുടെയും പുളഞ്ഞൊഴുകുന്ന നദികളുടെയും നാഥനായ സർവശക്തനായ അങ്ങയ്ക്ക് നമസ്കാരം. അപ്പൊ ആ നാഥൻ ആരാ? ഈ പറയുന്ന ചതുപ്പ് നിലങ്ങൾ, ഈ പറയുന്ന നടുവഴികൾ, ഈ നാടിന്റെയും കാടിന്റെയും കുന്നിന്റെയും കുഴികളുടെയും ആലയങ്ങളുടെയും ആലകങ്ങളുടെയും ഗുഹകളുടെയും ജലാശയങ്ങളുടെയും നിലാവിന്റെയും ശബ്ദങ്ങളുടെയും തൂലികയുടെയും പുളകി ഒഴുകുന്ന നദികളുടെയും ഒക്കെ നാഥൻ ആരാ? ഇതെവിടെയാ പറഞ്ഞത്? കൃഷ്ണ യജുർവേദം അധ്യായം 4 9 മുതൽ 4 വരെയുള്ളതാണ്. സാർ ശരിയല്ലേ സാർ? ശരിയാണ്. ആലോചിച്ചു നോക്ക്. അപ്പൊ എവിടെയാണ് അവിടെ വർഗീയത വന്നത്? എവിടെയാണ് അവിടെ വിവേചനം വന്നത്? എവിടെയാണ് അവിടെ തെറ്റൽ വന്നത്? എവിടെയാണ് അവിടെ ഗ്രൂപ്പിസം വന്നത്? എവിടെയാണ് അവിടെ ജാതിസം വന്നത്? ഈ കാണുന്ന എല്ലാത്തിന്റെയും നാഥൻ, ഈ പന്തലിന്റെയും ഈ ഷെഡിന്റെയും ഈ ഇരിക്കുന്നതിന്റെയും ഈ നടക്കുന്നതിന്റെയും ഈ വഴികളുടെയും മുഴുവൻ നാഥൻ ഒന്ന് തന്നെ എന്ന് പറയുമ്പോ പിന്നെ മാറ്റി നിർത്താൻ വല്ലതും ഉണ്ടോ? റബ്ബു സമാവാതി വല്ലറും. അതെ, റബ്ബു സമാവാതി വല്ലറും, ആകാശഭൂമികളുടെ രക്ഷിതാവ്. റബ്ബ് എന്ന് പറഞ്ഞാൽ അറബിയിൽ പറയുന്നത് റബ്ബ് എന്ന് പറഞ്ഞ രക്ഷിതാവാണ്. റബ്ബു സമാവാതി വല്ലറും, ആകാശഭൂമികളുടെ രക്ഷിതാവ്. വമാ ബൈനഹുമ, ആ ആകാശഭൂമികളുടെ ഇടയിൽ എന്തെല്ലാം ഉണ്ടോ, എന്തെല്ലാം സസ്യങ്ങളുണ്ടോ, ജീവികളുണ്ടോ, എന്തെല്ലാം വസ്തുക്കൾ വകകളുണ്ടോ, അവിടെയെല്ലാം രക്ഷിതാവ് അവൻ ഒന്ന് എന്ന് പറഞ്ഞാൽ ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ക്രിസ്ത്യാനിയുടെയും മതമുള്ളവന്റെയും മതമില്ലാത്തവന്റെയും ദൈവത്തെ നിഷേധിക്കുന്നവന്റെയും
ദൈവത്തെ കോക്കറി കുത്തുന്നവന്റെയും ദൈവത്തെ കൊഞ്ഞനം കുത്തുന്നവന്റെയും മുഴുവൻ ആളുടെയും ദൈവം ഒന്നാണ്. പക്ഷേ ഈ കോക്കറി കുത്തുന്നവരെ പിടിക്കുന്നത് ഇവിടെയല്ല. കോക്കറി കുത്താൻ വേണ്ടി, കൊഞ്ഞനം കുത്താൻ വേണ്ടി ദൈവത്തോട് അടുക്കാത്തവരെ വിട്ടിരിക്കുകയാണ്. ദൈവം വിട്ടിരിക്കുകയാണ്. അവരെ പിടിക്കുന്നത് ലാസ്റ്റ് ഒരു പിടിക്കും, പിന്നെ പോകാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവസാനമായ ഒരു പിടി പിടിച്ചിട്ട് അവിടെയുണ്ട് കണക്ക്, അവിടെയുണ്ട് കാര്യങ്ങൾ. ആ കാര്യങ്ങൾ മുഴുവനും ഇടതും വലതും ഇരിക്കുന്ന ദൈവീക മാരകമാർ രേഖപ്പെടുത്തുന്ന മുഴുവൻ രേഖകളും വെച്ച് അവനെ നാളെ ചോദ്യം ചെയ്ത് ഇവിടെ ജയിലടയ്ക്കുന്നത് പോലെയല്ല. ഇവിടത്തെ നരകം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഞാൻ നിർത്തുകയാണ് സാർ. ഇനി നരകത്തെ കുറിച്ചോ സ്വർഗത്തെ കുറിച്ചോ അങ്ങോട്ട് കടന്നാൽ ഇന്നും നാളെയും തീരത്തില്ല. സാറ് ഈ പറഞ്ഞതുപോലെ ധാരാളമായി നിങ്ങൾക്ക് വേദഗ്രന്ഥം പഠിപ്പിച്ചു തരും. പക്ഷേ എനിക്കറിയാം, 1 മണിക്കൂർ ഇരിക്കുമ്പോ എന്താ പറയുന്നത്, ശൈത്താൻ ഇബ്ലീസ് വന്ന് ചെവിയിൽ ഊതും. നമുക്ക് പോയാലെന്ത്, കറി അടുപ്പിലിരിക്കുന്നു, ചേട്ടൻ വരും, മോനിപ്പം സ്കൂളിൽ നിന്ന് വരും എന്നൊക്കെ പറഞ്ഞ് ഇരിക്കേ. നിങ്ങളെ ഞാനൊരു കാര്യം പറയാം. ഈ 10 ദിവസം എന്നെപ്പോലുള്ളൊരു വിശ്വാസിയാണെങ്കിൽ എത്ര ആയിരക്കണക്കിന് മെമ്പർമാർ ഇവിടെ ഉണ്ട്. ആ മുഴുവൻ മെമ്പർമാരും വിശ്വാസികളായ മുഴുവൻ മെമ്പർമാർ, അല്ലാത്തവരെ എഴുതി തരണം. ഞാൻ വിശ്വാസിയല്ല, എഴുതി മേടിക്കണം അവരെ. വിശ്വാസികളായ മുഴുവൻ മെമ്പർമാരെയും അണിനിരത്തിക്കൊണ്ട് ഈ പന്തലൊന്നും പോരാ, വലിയ പന്തലിട്ട് എല്ലാവർക്കുമായ ഒരു ക്ലാസ്, ദൈവിക ഗ്രന്ഥം ഉരുവിടുന്ന ഒരു ക്ലാസ് ഉണ്ടാവണം. അത് അടുത്ത പ്രാവശ്യം ഇതുപോലെ സാർ ഉണ്ടാകുമ്പോൾ ആ ക്ലാസ് ഉണ്ടാകുമെന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതിൽ ഈ അവസരം തന്ന എല്ലാവർക്കും നന്ദി. കാരണം ഇനി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയാനും ഉരുവിടാനും ഉള്ളത് കൊണ്ട് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മറ്റ് ശിഷ്യന്മാർ, അല്ലെ പറയുന്നത് കുഴപ്പമില്ലല്ലോ, ഗുരുവിന്റെ ശിഷ്യന്മാർക്ക് ഉൾപ്പെടെ ഷെയ്ഖ് അൽ ഉസ്താദ് അൽ ഖാദിരി അൽ നക്ഷബന്ദി അൽ മുജദ്ദിദ് എന്ന് പറഞ്ഞാൽ ചെറിയ വാക്കുകൾ. ഞാൻ അറബിയിൽ അദ്ദേഹത്തിനെ ഞാൻ പുകഴ്ത്തിയതാണ് കേട്ടോ. കാരണം അറബികളെയൊക്കെ ദുരത്തിൽ പുകഴ്ത്തുമ്പോ ഞാൻ അദ്ദേഹത്തെ ഒന്ന് പുകഴ്ത്തിയതാണ്. ആ ഉസ്താദ് അദ്ദേഹത്തിന്റെ ഗുരുത്വം സ്വീകരിച്ച്, ശിഷ്യത്വം സ്വീകരിച്ച് ഇവിടെ ഇരുന്ന് പഠിക്കാനും അടുത്ത പ്രാവശ്യം ഇതുപോലെ ഒരു വലിയ സദസ്സിനെ അഭിമുഖീകരിക്കാനും അതിൽ വന്ന് ഒരു ആശംസ പറയാനും ദൈവം എനിക്ക് അനുവാദം തരട്ടെ, അനുഗ്രഹം തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദിന് നന്ദി, വീണ്ടും വീണ്ടും നന്ദി അറിയിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എട്ട് 20 മുതൽ 9:20 വരെ അദ്ദേഹം സംസാരിച്ച സമയം 23 1 മണിക്കൂർ. അപ്പോഴത്തെ വേദമന്ത്രങ്ങൾ മുഴങ്ങുകയാണ്. ഞാൻ ശ്രീ നവാസിനെ ആദ്യമായാണ് കാണുന്നത്, ആദ്യമായാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. രാജീവാണ് പരിചയപ്പെടുത്തിയത്. ഒരു ക്ഷേത്രത്തിന്റെ ട്രസ്റ്റുകൾ തീർച്ചയായും ഈ വേദി പങ്കിടാൻ അദ്ദേഹത്തെ വിളിക്കുമ്പോൾ അദ്ദേഹത്തെ ആദരിക്കുന്നത് ഒരു ധർമ്മമാണ്. തന്നെയുമല്ല, ഒരു ഗാനം എഴുതിയ വാളത്തുങ്കലെ ഒരു കവി എത്തിയപ്പോൾ അദ്ദേഹത്തെ ക്ഷേത്രസ്ഥരുടെ പേരിൽ ആദരിക്കണോ എന്ന് നോക്കിയപ്പോൾ, കുറിയിട്ട് നോക്കിയപ്പോൾ ഗുരുദേവൻ പറഞ്ഞ് ആദരിക്കണം, ആരെയും ആദരിക്കണം. അതിന് മനസ്സുണ്ടാവുക എന്നത് ചെറിയ ഒരു കാര്യമാണ്. പാലത്തറ രാജീവാണ് അദ്ദേഹത്തെ ഇവിടേക്ക് ക്ഷണിച്ചത്. ക്ഷേത്ര സമിതിയുടെ നാമധേയത്തിൽ രാജീവിന്റെ വാക്കുകളിലൂടെ അദ്ദേഹത്തിന് നമസ്കാരം അർപ്പിക്കാനായി വേദിയിലേക്ക് ക്ഷണിച്ചു. ഔപചാരികതയാണ് അതൊക്കെ, അത് വേണം, അങ്ങനെയൊക്കെ ഉണ്ട്. ബഹുമാനപ്പെട്ട ഗുരുജി, ഇന്നലെ ഇവിടെ 2 ദിവസം മുമ്പാണ് ഇവിടെ സംസാരിച്ചപ്പോൾ അദ്ദേഹം നടത്തിയ 1-2 ഇതേപോലുള്ള പരിപാടിയിൽ മുസ്ലിം ഒരു യുവതി വന്ന് അദ്ദേഹത്തെ കുറിച്ചും
അദ്ദേഹം നടത്തിയ പ്രഭാഷണം തൊട്ടടുത്ത വീട്ടിലിരുന്ന് കേട്ടു. അതിനുശേഷം വന്ന് ആ സാക്ഷ്യം പറയുന്ന ഒരു രീതി ഇവിടെ പറയുകയുണ്ടായി. അപ്പൊ അത് കേട്ടപ്പോൾ ഞാൻ നമ്മുടെ ഗുരുജിയെടുത്ത് ചോദിച്ചു, എന്റെ ഒരു സുഹൃത്തുണ്ട്, നവാസ് ഉസ്താദിയാണ്, അദ്ദേഹം എന്നെ 1-2 പള്ളികളിൽ ഈ നൊയമ്പ് സമയത്ത് നൊയമ്പ് മുറിക്കാൻ എന്നെ വിളിച്ചുകൊണ്ട് പോയി. ഞാൻ അദ്ദേഹമായിട്ട് നല്ല ബന്ധമാണ്, ഞാൻ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിച്ചു. മറ്റൊന്നും പറഞ്ഞില്ല. വിളിച്ചുകൊണ്ട് വരണം രാജീവ്, നമുക്ക് സംസാരിക്കണം, നമ്മുടെ ഈ പരിപാടിയിൽ അതും കൂടി ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അവസരം ഞാൻ ഒരുക്കും. ഇന്നലെ ഞാൻ സംസാരിച്ചപ്പോൾ ഇന്ന് എനിക്ക് 6 മണി സമയമാണ് പറഞ്ഞത്. അദ്ദേഹം ഇവിടെ വരികയും നല്ല രീതിയിൽ നമ്മുടെ ഗ്രന്ഥവും ഖുർആനും തമ്മിലുള്ള ബന്ധവും ഒക്കെ ഇവിടെ പറഞ്ഞു മനസ്സിലാക്കി. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല, ഏതാണ്ട് 1 മണിക്കൂറോളം നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തന്ന അദ്ദേഹത്തിന് ഈ അവസരത്തിൽ 100,000 നന്ദികൾ രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ധാരാളം ആധ്യാത്മിക ചൈതന്യത്തോടെയുള്ള വാക്കുകൾ കൂട്ടിച്ചേർത്ത് വാചകങ്ങളാക്കി ജനങ്ങളിൽ എത്തിക്കേണ്ട കടമ നവാസിനെ പോലെയുള്ള പ്രഭാഷണങ്ങളുടേതാണ്. ഏത് മതത്തിലായാലും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം ലോകം കാത്തിരിക്കും. അദ്ദേഹം പറഞ്ഞതുപോലെ ശ്രീ നാരായണ ഗുരുദേവൻ മുത്തുനബി എന്ന് ഉപയോഗിക്കുന്ന ഒരു സുവർണ വാക്ക് നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും മതത്തിൻ്റെ വൈശിഷ്ട്യം. 1 മണിക്കൂർ 2.5 നാഴിക നമുക്കങ്ങനെ ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കാൻ കഴിഞ്ഞത് ഏറ്റവും ശ്രേഷ്ഠമായി. ഒപ്പം 9 ദമ്പതികൾ നിന്നതാണ് മറ്റൊരു ലക്ഷണം. വായിക്കുന്നത് 9-ാം സ്കന്ധമാണ്. ഞാൻ നേരം വിളിക്കുന്നവരെ വായിക്കുന്നു.